ഹായ് മക്കളെ. സോ നെക്സ്റ്റ് ചാപ്റ്റർ ലീനിയർ ഇനീക്വാളിറ്റി. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ. പക്ഷേ ഈ ചാപ്റ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ചാപ്റ്റർ കുറേ പേര് തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷേ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാര കോൺസെപ്റ്റ് ആണ്. ഇവിടെ ഒന്നും കാണാതെ പഠിക്കാനില്ല. ഈ ചാപ്റ്ററിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവും ഒരു പോയിന്റും ഒരു ഡോട്ടഡ് ഒരു പിന്ന് പോലും നമ്മൾ എന്ത് ചെയ്യണ്ട, കാണാതെ പഠിക്കണ്ട. മനസ്സിലായ? ഈ ചാപ്റ്ററിന്റെ പ്രത്യേകതയാണ്. സോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തരിക, അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വാട്സപ്പിന്റെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. സോ ഈ ചാപ്റ്റർ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ചാപ്റ്റർ ആണ്. ഒരു മുട്ടുസൂചി ഒരു പൊട്ട് പോലും നമ്മൾ എന്ത് ചെയ്യേണ്ട, തലച്ചോറിൽ പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. കാരണം അത്രയും സിമ്പിൾ ചാപ്റ്റർ ആണ്. കാരണം ഇതിൽ ഫോർമുലയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ലേൺ ചെയ്യാനില്ല. ബേസിക് ആയിട്ട് 3 കാര്യങ്ങളെ ലേൺ ചെയ്യാനുള്ളൂ. ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി ഈ കാര്യം കേട്ടോ. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ലീനിയർ ഇനീക്വാലിറ്റി ആണ്. നമ്മൾ മാത്സിൽ ഇതുവരെ പഠിച്ചതൊക്കെ എന്താണ്? ഈക്വാലിറ്റി ആണ് കേട്ടോ. രണ്ടും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. അത് ആദ്യം മനസ്സിലാക്കാം. ഈക്വാലിറ്റി ചെയ്യുന്ന പ്രോബ്ലം പോലെ ഇനീക്വാലിറ്റി ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ സാധാരണ മാത്സിൽ x+5 ഇതിന്റെ ആശയം മനസ്സിലാക്കാൻ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, മോഡലിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നില്ലേ അല്ലേ? 2-3 ഫംഗ്ഷനൊക്കെ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ഫംഗ്ഷന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയി നമ്മളിപ്പോൾ ഏകദേശം 10-14 ക്വസ്റ്റ്യൻ അവിടെ ചെയ്യുന്നത്. പക്ഷെ 14 അല്ല, ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻ എന്തായാലും ഇതിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിലൊരു മാറ്റവും ഇല്ല. കാരണം നമ്മൾ ചെയ്യുന്ന ഓൾമോസ്റ്റ് NCERT നമ്മളവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ വരുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത്, ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഇതിന്റെ ആശയം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈസിയാണ്. ഇത് ആശയം അറിയില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം ആശയം എന്ത് ചെയ്യണം, ഒരു 5 മിനിറ്റിൽ നമ്മൾ പഠിച്ചെടുക്കുന്നു. വളരെ സിമ്പിൾ ആശയമാണ്. സാധാരണ നിങ്ങൾ പറ x+5 = 10. സാധാരണ മാത്സിൽ എങ്ങനെ സോൾവ് ചെയ്യാം? ഇത് ഈക്വാലിറ്റി ആണ് കേട്ടോ പ്രോബ്ലം. നമ്മൾ x ഇവിടെ നിർത്തും, ഇവിടെ 10 നിർത്തും, +5 അങ്ങോട്ട് പോലെ -5 ആവും. എക്സിന്റെ ആൻസർ എത്ര കിട്ടൂടാ? 5 കിട്ടും. ഇത് ഈക്വാലിറ്റി ആണ്. അപ്പോൾ ഈക്വാലിറ്റി പ്രോബ്ലം നമ്മൾ സാധാരണ ഇതിൽ ചെയ്യാറ് +5 കൊണ്ടുപോയിട്ട് അങ്ങോട്ട് എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മാത്സിൽ അങ്ങനെ റൂളില്ല. ഇത് ബ്ലണ്ടറാണ്. ഇങ്ങനത്തെ റൂൾ യഥാർത്ഥത്തിൽ മാത്സിലില്ല. ഇത് ബ്ലണ്ടർ റൂളാണ്. ഇതിങ്ങനെ ഈ റൂൾ ഇല്ല ശരിക്കും മാത്സിൽ. ഇത് നമ്മൾ ഉണ്ടാക്കിയ റൂളാണ്. നമുക്ക് ആര്യഭട്ട, ആർക്കിമിഡീസ് ഇവരൊന്നും ഈ റൂൾ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. നമുക്ക് പറഞ്ഞു തന്നുള്ളത് NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു തന്ന റൂൾ ഇങ്ങനെയല്ല. ഇങ്ങനെയാണ് ശരിക്കും. എങ്ങനെ? x+5 = 10 ആണ് ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് x ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഇവിടെ ഒരു +5 ആണ് ലെഫ്റ്റ് സൈഡിൽ ഉള്ളത്. ഇവനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇവനെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഒരു -5 ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ മാത്സിന്റെ റൂളാണ്. ഇടത് ഭാഗത്ത് -5 കൊടുത്താൽ വലത് ഭാഗത്ത് -5 കൊടുക്കുക. അപ്പോൾ +5 -5 ഇപ്പോൾ ഓൾറെഡി ക്യാൻസൽ ആയി. അപ്പോൾ x = 10 ന്ന് 5 കുറച്ചാൽ എന്താ? ഇതാണ് യഥാർത്ഥത്തിൽ റൂള്. ഈ റൂളാണ് ശരിക്കും യഥാർത്ഥത്തിൽ മാത്തമാറ്റീഷ്യൻസ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, നമ്മളുടെ ബുക്കുകളിൽ പഠിപ്പിച്ചു തന്നുള്ളത്, നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിപ്പിച്ചു തന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ടീച്ചേഴ്സൊക്കെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഉൾപ്പെടെ, ഞാൻ മറ്റുള്ള ടീച്ചേഴ്സിനെ കുറ്റം പറയില്ല, ഞാൻ ഉൾപ്പെടെ നമ്മൾ എന്താ പറയുന്നത്? +5 ഇവിടെ നിന്നുള്ള +5 കണ്ടു. അത് നമ്മൾ സാധാരണ മാത്സിന്റെ പ്രോബ്ലം എളുപ്പത്തിൽ ഇത് വർക്ക് ആവുമല്ലോ, ഈ ഒരു ആക്ടിവിറ്റി വർക്ക് ആവുന്നതുകൊണ്ടാണ് +5 അങ്ങോട്ട് കൊണ്ടുപോയിക്കോ -5 കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് സോൾവ് ചെയ്യുന്നത്. എന്നാൽ ഇനീക്വാലിറ്റി പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് ഈ പാറ്റേണിലല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. ഇനീക്വാലിറ്റിയുടെ പാറ്റേൺ ഒരിക്കലും ഈക്വാലിറ്റി പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പോലെയല്ല സോൾവ് ചെയ്യുന്നത്. എന്നാൽ അതിന്റെ കുറെ സിമിലാരിറ്റീസ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സിമിലാരിറ്റീസ് ഉണ്ട് സോൾവ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ സിമിലാരിറ്റി വെച്ച് എങ്ങാനും നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ എങ്ങാനും ഒരു മൈനസൊക്കെ ഉള്ള ടോപ്പിക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ പെടും. ചില ആളുകളുണ്ടാവും, ചില സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന കുട്ടികൾ ആർഗ്യൂ ചെയ്യും, അതായത് സാർ ഇത് ഈക്വാലിറ്റിയിൽ ചെയ്യുന്ന അതേപോലെ ആൻസർ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ ഈക്വാലിറ്റി? പക്ഷേ ഈക്വാലിറ്റിയിൽ ചെയ്താൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് മാർക്ക് തരില്ല. അത് നമ്മൾ സാധാരണ സോൾവ് ചെയ്യുന്ന ഇവിടെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ നെക്സ്റ്റിനെ പിടിച്ച് ഇങ്ങോട്ട് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്താൽ ഒരു പൊട്ട് മാർക്ക് പോലും മാത്തമാറ്റിക്സ് നോക്കുന്ന പേപ്പർ നോക്കുന്ന ഒരാൾ തരുന്നു വിചാരിക്കണം. നിങ്ങൾ സ്കൂളിൽ ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ. കാരണം ഇത് പല ലെവലിൽ സ്കൂളിൽ പല രീതിയിലൊക്കെ ചിലപ്പോൾ എക്സ്പീരിയൻസ് കുറവുള്ള ടീച്ചേഴ്സ് കയറി ഹിറ്റ് ചെയ്യും ഈ ചാപ്റ്റർ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈക്വാലിറ്റി സോൾവ് ചെയ്യുന്ന പോലെ കുട്ടികൾക്ക് സോൾവ് ചെയ്യും. കാരണം ഈക്വാലിറ്റി സോൾവ് ചെയ്യുന്ന പോലെ ഇതിന് ആൻസർ വരാറുണ്ട്, സാധ്യത ഉണ്ട്. പക്ഷെ അങ്ങനെ സോൾവ് ചെയ്താൽ മാർക്ക് നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ വർക്കിംഗ് റൂൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. 3 വർക്കിംഗ് റൂൾ പറയുന്നത്. സിമ്പിൾ വർക്കിംഗ് റൂൾ ഒന്നും കാണാതെ പഠിക്കാനൊന്നുമില്ല. നോക്കേ, വർക്കിംഗ് റൂൾ പറയുന്നത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഇനീക്വാലിറ്റി പ്രോബ്ലത്തിലാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ x < 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റിലെടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, അതൊക്കെ ജനറലി പഠിച്ചാൽ തന്നെ ഇതിന്റെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ x < 5 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് റിയൽ നമ്പർ എടുക്കാം. നിങ്ങൾ റിയൽ നമ്പർ പറ. 5 > 10. ഇനീക്വാലിറ്റി സിമ്പിൾസ് ഏതൊക്കെയാണ് അതൊക്കെ ഒന്ന് പറഞ്ഞേ. ലെസ് വരാം, ഗ്രേറ്റർ വരാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. ഇതാണ് ഇനീക്വാലിറ്റി. ഈക്വൽ അല്ലാത്ത സിമ്പിൾ, അതിനാണ് ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞത്. ഇത്രയും 4 സിമ്പിളേ ആകുള്ളൂ, ഇതിന് മേലെ സിമ്പിൾ ഇല്ല. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. ദാറ്റ് ഈസ് ദ 4 സിമ്പിൾസ്.
ഇനീക്വാലിറ്റിയിൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതി 5 ലെസ് ദാൻ 10. ഇത് വാലിഡ് ആണോ അല്ലേ? ഫസ്റ്റ് അത് പറ, ഇത് വാലിഡ് ആണോ? വാലിഡ് ആണ്. കാരണം എന്താ? വാ പൊളിച്ചിരിക്കുന്ന ആളാണ് എന്ത് വലുത്, സത്യമാണ് അല്ലെ? 10 വലുത് 5 കാട്ടിയും യാഥാർത്ഥ്യമാണല്ലോ. ഇനി ഇത് വെച്ച് ഞാൻ ഓപ്പറേഷൻ പറഞ്ഞുതരാം, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കും. 5 ലെസ് ദാൻ 10 എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ വിചാരിക്കും. എന്നിട്ട് പറയാണ് 3 വർക്കിംഗ് ആണ് ഇവർ പറയുന്നത്. ഫസ്റ്റ് വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടത് ഭാഗത്ത് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യുക, അത് വലത് ഭാഗത്ത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന്റെ ഉത്തരം തെറ്റൂല. ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കൊരു 2 എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്ത് നോക്കാം. ഇവർ പറഞ്ഞത് ശരിയാണ്. ദാറ്റ്സ് എ വർക്കിംഗ് റൂൾ നമ്പർ 1. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ എന്ത് ആഡ് ചെയ്താലും അത് റൈറ്റ് സൈഡിൽ ആഡ് ചെയ്താൽ മതി. ദാറ്റ്സ് എ വർക്കിംഗ് റൂൾ നമ്പർ. നമ്മൾ സാധാരണ മാത്സിലൊക്കെ കൊടുക്കുന്ന പോലെ ലെഫ്റ്റ് സൈഡിൽ എന്ത് കൊടുത്താലും റൈറ്റ് സൈഡിൽ കൊടുക്കാം. സോ നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. +2 ആഡ് ചെയ്തു. അതേപോലെ 10ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? +2 ആഡ് ചെയ്തു. അപ്പോൾ 5 2 എത്ര? 7 ലെസ് ദാൻ 12. ഇപ്പോഴിത് വാലിഡ് അല്ലേ? യെസ്, ഇത് വാലിഡ് ആണ്. ദാറ്റ് ഈസ് വർക്കിംഗ് റൂൾ നമ്പർ 1. വർക്കിംഗ് റൂൾ നമ്പർ 1 അതാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഇവിടെ ആഡ് ചെയ്താൽ അപ്പുറത്തെ ആഡ് ചെയ്താൽ മതി. ഇനി വർക്കിംഗ് റൂൾ നമ്പർ 1 തന്നെ ഒരു കാര്യം കൂടെ പറയുന്നത്, ഇതേപോലെ സബ്ട്രാക്ട് ചെയ്താലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. സോ സെയിം വേ നമുക്കൊരു -2 സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഇതേ ക്വസ്റ്റ്യനിൽ -2 സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. സോ 5 -2 ലെസ് ദാൻ 10 അല്ലേ? രണ്ട് സൈഡിലും ഞാൻ എന്ത് ചെയ്തു? -2 സബ്ട്രാക്ട് ചെയ്തു. സോ 5 - 2 ഒബ്വിയസ്ലി 3 ആണ്. 10 - 2 ഒബ്വിയസ്ലി 8 ആണ്. സോ വാലിഡ്. 3 ലെസ് ദാൻ 8, ദാറ്റ് ഈസ് വാലിഡ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇനീക്വാലിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും ആഡ് ചെയ്ത് അതേ നമ്പർ എന്ത് ചെയ്താൽ മതി? വലത്ത് സൈഡിൽ കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. അതേപോലെ സബ്ട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും വെച്ച് സബ്ട്രാക്ട് ചെയ്ത് അതേ നമ്പർ വെച്ച് എന്ത് ചെയ്താൽ മതി? റൈറ്റ് ഹാൻഡ് സൈഡിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിവിഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 5 ലെസ് ദാൻ 10 എന്നുള്ളതാണ്. ഞാൻ വേണമെങ്കിൽ ഈ നമ്പറിന് ഒന്നും കൂടെ ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ഇതിനെ ഒരു 10 ലെസ് ദാൻ 15 എന്നാക്കി കേട്ടോ. സോ വാലിഡ് ആണല്ലോ. 10 ലെസ് ദാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ 5 5 1 ആവും, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട വെച്ചിട്ടാണ്. സോ 10 ലെസ് ദാൻ 50. ഇതിൽ ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് വർക്കിംഗ് റൂൾ നമ്പർ 2. വർക്കിംഗ് റൂൾ ഒന്ന് കാണാപാഠം പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഇത് പഠിഞ്ഞോളും. വർക്കിംഗ് നമ്മൾ 2 പറയുന്നത് ഡിവിഷൻ ചെയ്യാമെന്നുള്ളതാണ്. സോ ഇത് 15 ലെസ് ദാൻ അല്ലേ? ഇതെന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇത് വാലിഡ് ആണല്ലോ. ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഡിവിഷൻ. അപ്പോൾ മാത്സിന്റെ റൂൾ പ്രകാരം ഞാൻ ലെഫ്റ്റ് സൈഡിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, വലത് വശത്ത് ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്താണോ ഇടത് ഭാഗത്ത് ഡിവൈഡ് ചെയ്യുന്നത് അതിനെ വലത് ഭാഗത്ത് ഡിവൈഡ് ചെയ്തു. സോ ഒബ്വിയസ്ലി 10/5, 10 എത്ര 5 ഉണ്ട്? 2 ആണ്. 2 ലെസ് ദാൻ 15 എത്ര 5 ഉണ്ട്? 3. സോ വാലിഡ്. യെസ് ആർ കറക്റ്റ്, വാലിഡ്. അപ്പോൾ നമുക്ക് വർക്കിംഗ് റൂൾ നമ്പർ 2 നമ്മൾ പഠിച്ചു. എന്ത്? ലെഫ്റ്റ് സൈഡിൽ 6 വെച്ചും ഡിവൈഡ് ചെയ്യാം ഇനീക്വാലിറ്റി പ്രോബ്ലത്തിൽ. അത് റൈറ്റ് സൈഡിലും എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് നമ്പർ 2 വർക്കിംഗ്. നമ്പർ 3 ആണ് എല്ലാവർക്കും ടഫ് അല്ല, എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്നത്. വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ ഇതേ എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് പറയാം 10 ലെസ് ദാൻ. ഇത് വാലിഡ് ഉള്ള ഒരു സാധനം എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. വാലിഡ് അല്ലാത്ത ഒരു സാധനം എടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പാടില്ല. നമുക്ക് തരുന്ന എക്സാമിൽ തരുന്ന എല്ലാ ക്വസ്റ്റിനും വാലിഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് മാത്രമേ നമുക്ക് തരുള്ളൂ. വാലിഡ് അല്ലാത്ത ഇക്വേഷൻസ് വന്നതൊക്കെ നേരെ തലതിരിക്കും. അപ്പോൾ വാലിഡ് ആയിട്ട് ഓൾറെഡി ക്വസ്റ്റ്യൻ ആദ്യമേ തരണം. അത് ഓൾറെഡി ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർ ശ്രദ്ധിച്ചോളൂ. നമ്മൾ അതിനെക്കുറിച്ച് വെറി ഇടാവേണ്ട ആവശ്യമില്ല. അത് വാലിഡ് ആയിട്ട് അവർ നമുക്ക് തരുള്ളൂ കേട്ടോ. ഇപ്പോൾ 10 ലെസ് ദാൻ 15 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു. സോ ഈ ക്വസ്റ്റ്യൻ അല്ലാണ്ട് എക്സാമിന് ഒരിക്കലും ഇങ്ങനെ ഇടാൻ പറ്റില്ല കേട്ടോ. ഇത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ 10 ലെസ് ദാൻ 15 എന്നൊക്കെ പറഞ്ഞു വന്നാൽ ക്വസ്റ്റ്യൻ ഈസ് റോങ്, സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ് അല്ലേ? 10 ആണോ വലുത്? അല്ല 15 വലുത്. അപ്പോൾ അത് അങ്ങനെ വരില്ല. അത് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ വരാറില്ല, ക്വസ്റ്റ്യനിൽ വരാറില്ല കേട്ടോ. സോ 10 ലെസ് ദാൻ 15 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ സാറേ അടുത്ത വർക്കിംഗ് റൂൾ നമ്പർ 3 എന്താ പറയുന്നത്? മൈനസ് ആണ്. നമ്മൾ ആരെ വെച്ച് വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ -2 മൾട്ടിപ്ലൈ ചെയ്യാം, -3 മൾട്ടിപ്ലൈ ചെയ്യാം. ജനറലി ഞാൻ മൈനസ് മൾട്ടിപ്ലൈ ചെയ്യാം. ജനറലി ഒരു മൈനസ് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താ സംഭവിക്കണം നോക്കട്ടെ. മാത്സിൽ ശ്രദ്ധിച്ചോ, മൈനസ് 2 സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ -10 ലെസ് ദാൻ എത്രയാവും? -15. ഇതിൽ ഏതാ വലുത്? നിങ്ങൾ പറ. -15 ആണോ വലുത്? -10 ആണ്. കുറേ പേര് ചോദിക്കും -15 അല്ലേ സാർ, അതല്ലേ വലുത്? ആണോടാ? നമ്പർ ലൈൻ പിടിക്കടാ. 0 അല്ലേ? റൈറ്റ് ഹാൻഡ് സൈഡ് 1 2 3 ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ വരിക -15, ഇവിടെയാണ് എന്ത് വരിക? -10. നിങ്ങൾ പറ ഏതാ വലുത്? സാറേ -10 അല്ലേ? ഇതല്ലേടാ വലുത്, ഇത് ചെറുതല്ലേടാ. അങ്ങോട്ട് പോകുന്ന ഒരു നമ്പറിന്റെ വാല്യൂ ചെറുതല്ലാവുക. സോ -10 അല്ലേടാ വലുത്. ഇപ്പൊ നിങ്ങൾ പറ, ഇപ്പൊ ഈ എഴുതിയ പ്രകാരം -10 ആണോ വലുത്? അല്ല. അപ്പൊ ഈ അസംഷൻ ഈസ് റോങ്. അസംഷൻ ഈസ് റോങ് സാർ. അപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ മൈനസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ സൈൻ ഇന്റർചേഞ്ച് ചെയ്യും. ഇവൻ അങ്ങോട്ട് നോക്കിയിരുന്ന ആള് നേരെ എങ്ങോട്ട് നോക്കും? ഇങ്ങോട്ട് നോക്കും. അപ്പോൾ നമുക്കൊരു ഇനീക്വാലിറ്റി പ്രോബ്ലം സോൾവ് ചെയ്യും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ചില സന്ദർഭങ്ങളിൽ മൈനസ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് -(x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7) എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു.
ഇങ്ങനെ വന്നു. സോ മൈനസ് എക്സ് അല്ല നമുക്ക് കണ്ടത്, എക്സ് ആണ് സൊല്യൂഷൻ കണ്ടത്. ഒബ്വിയസ്ലി നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എന്തായി? എക്സ് ആയി. നിങ്ങൾ എങ്ങാനും ഇങ്ങനെ ആൻസർ ചെയ്താൽ ഉത്തരം തെറ്റി. പഠിച്ചോ, വർക്കിംഗ് റൂൾ പ്രകാരം പഠിച്ചോ. ഈ ലെസ് ദാൻ എന്താ ഓടാ? ഗ്രേറ്റർ ദാൻ ആവും. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ വിൽ ബി ചേഞ്ച്ഡ്. അങ്ങോട്ട് നോക്കുന്നവൻ എന്ത് ചെയ്യും? ഇങ്ങോട്ട് നോക്കി നിൽക്കും. ഈ മൂന്നാമത്തെ വർക്കിംഗ് റൂളാണ് കുറേ കുട്ടികളുടെ സ്കൂളിൽ എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വർക്കിംഗ് റൂൾ പഠിക്കുക എന്നുള്ളതാണ് വൃത്തിക്ക്. നമ്മൾ എന്തൊക്കെ പഠിച്ചു ജസ്റ്റ് സിംപ്ലി ഒന്ന് റിവിഷൻ പറയാം. എന്തൊക്കെയാണ്? മാത്സിന്റെ റൂൾ പറയാം. ഇടത് ഭാഗത്ത് ആര് ആഡ് ചെയ്യുക, വലത് ഭാഗത്ത് ആഡ് ചെയ്യുക, നോ ഇഷ്യൂ. ഇടത് ഭാഗത്ത് മൈനസ് ചെയ്യുക, വലത് ഭാഗത്ത് മൈനസ്, നോ ഇഷ്യൂ. ആരെ വെച്ച് വേണമെങ്കിലും ഡിവൈഡ് ചെയ്യുക, ഇടത് ഭാഗത്ത് ഡിവൈഡ് ചെയ്യുക, വലത് ഭാഗത്ത് ഡിവൈഡ്. ഇതൊക്കെ ജനറലി ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ മൈനസ് വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ, ഇവിടെ ഇപ്പം നമ്മൾ മൈനസ് കൊണ്ട് കാണിച്ച പോലെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ -10, നമ്മൾ ഈ സിമ്പലിനെ മാറ്റണം, ഇങ്ങനെ ആക്കണം. അപ്പോഴല്ലേ വാലിഡ് ആവുള്ളൂ. ഇപ്പോഴല്ലേ ഇത് റൈറ്റ്, ഇപ്പോഴല്ലേ ഇത് റൈറ്റ് ആയത്. അല്ല ഇത് അങ്ങോട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റിയില്ലേ? അപ്പോൾ ജനറൽ കാര്യമാണ്. അപ്പോൾ നമ്മൾ മൈനസ് കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കണമെന്ന് എങ്ങോട്ട് തിരുത്തണം? ഇങ്ങോട്ട് തിരിക്കണം. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നിൽക്കുന്നിരുന്നെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കണം. ഇത് അറിയുന്ന ഒരു കുട്ടിക്ക് ചാപ്റ്റർ പച്ചവെള്ളം പോലെ പഠിക്കാം. പിന്നെ നമ്പർ ലൈൻ മാർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ സിമ്പിൾ കാര്യമുള്ളൂ. അതൊന്നും വലിയ ടഫ് ഒന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ. ഏത് കുട്ടിക്കും ഏത് റോട്ടിൽ കൂടെ പോകണ കുട്ടിക്കും മാർക്ക് ചെയ്യാം. പക്ഷേ ഈ 3 വർക്കിംഗ് റൂൾ അണ്ടർസ്റ്റാൻഡ് ആയി കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ വർക്കിംഗ് റൂൾ ഞാൻ എവിടെയെങ്കിലും എഴുതിയിരിക്കണം? നിങ്ങൾ പറ, നമുക്ക് വർക്കിംഗ് റൂൾ എവിടെയെങ്കിലും എഴുതി വെക്കണം. ഒന്നും എഴുതി വെക്കണ്ട. ഫീഡ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. രണ്ട് സൈഡിൽ ആഡ് ചെയ്യുക, രണ്ട് സൈഡിൽ അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യുക, ആരെ വെച്ചിട്ട് ഇതൊക്കെ മാത്സിൽ സാധാരണ നടക്കുന്ന കാര്യമാണ്. പക്ഷെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മറക്കരുത്, എന്ത് ചെയ്യടാ? തിരിയും. ഓക്കെ, നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം, നമുക്ക് സമയം കളയണ്ട. ഓക്കെ. റെപ്രസെന്റ് ദി ഇനീക്വാലിറ്റി എക്സ് ഗ്രേറ്റർ ദാൻ മൈനസ് അല്ല എക്സ് ഗ്രേറ്റർ ദാൻ -3 ഓൺ എ നമ്പറിൽ. ഇവിടെ സോൾവ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല, കാരണം സിമ്പിൾ കീലാഗ് എടുക്കുന്നത്. ഇവിടെ സോൾവ് ചെയ്യാനൊന്നുമില്ല. -3 അല്ലെ, -3നെക്കാട്ടും വലുത്. അപ്പൊ എക്സിന്റെ സൊല്യൂഷൻ എല്ലാവർക്കും അറിയാം നമ്പർ ലൈൻ. ഇതിപ്പോൾ ജനറലി നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഇത് -∞ ആണ്, ഇത് +∞ ആണ്. ഓക്കെ. എന്നിട്ട് ചുമ്മാ 1 2 3 4 അത് മതി, ഇത്രയും മതി. ഇനി കൂടുതൽ എഴുതുന്നു വേണ്ട. -1 -2 -3 -3 ഉള്ളൂ. വേണമെങ്കിൽ -4. സാർ ഇതൊക്കെ എത്ര എണ്ണൊക്കെ എഴുതണം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇവിടെ ഒരു മാർക്ക് ചെയ്യാനുള്ള ഒരു -3 ഉണ്ടാവണം മിനിമം. ബാക്കി -4 -5 വേണമെങ്കിൽ എഴുതിയാൽ മതി. ഒരു -∞ വരെ, ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് +∞ വരെ, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതിനുശേഷം നിങ്ങൾ പെൻസിൽ എടുത്തുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി ഇവിടെ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം പ്രീവിയസ് ഇയർ ആണ് ഏറ്റവും ബേസ് ക്വസ്റ്റ്യനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഓൾറെഡി സോൾവ് ചെയ്യേണ്ട. എക്സിന്റെ സൊല്യൂഷൻ നമുക്ക് കൃത്യമായിട്ട് കാണാം. -3നെക്കാട്ടും വലുത്. ഇപ്പൊ എക്സിന്റെ സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താ? വാ പൊളിച്ചിരിക്കുന്ന ആളാണ് വലുത്. അപ്പൊ -3നെക്കാട്ടും വലുത് ഈ -3 എന്ന് പറയുന്ന നമ്പർ ഇതല്ലേ -3. വലുതൊക്കെ എങ്ങോട്ടാ പോവാ? റൈറ്റ് സൈഡിലോട്ടാ. സാറേ നോക്കുന്നതൊക്കെ വലുത് നമ്പറൊക്കെ അത് അങ്ങോട്ടാ പോവാ അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പെൻസിൽ എടുത്തിട്ട് സ്കെയിൽ പെൻസിലൊക്കെ വെച്ച് വേണം വരക്കാൻ. നന്നായിട്ട് ബോൾഡ് ചെയ്യുക, നന്നായിട്ട് ബോൾഡ് ചെയ്യുക. പേപ്പർ കീറരുത്, പേപ്പർ കീറാത്ത രീതിയിൽ ബോൾഡ് ചെയ്യുക. എന്നിട്ട് ശ്രദ്ധിക്കണം, ഇവിടെ ഒരു വട്ടം ഇടണം. -3 എവിടെയാണ് വട്ടം ഇടേണ്ടത്? അവിടെ നമ്പർ കാണാം. -3ൽ എന്ത് ചെയ്യണം? വട്ടം ഇടണം. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. അപ്പൊ സാറ് ചില സ്കൂളിൽ ഇങ്ങനെ കറപ്പിക്കാറുണ്ട്. എപ്പോ സപ്പോസ് ഇവിടെ ഒരു ഈക്വൽ ടു ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ ഈക്വൽ ടു ഇല്ല കേട്ടോ. ഈ ഈക്വേഷനിൽ ഓൾറെഡി ഒരു ഈക്വൽ ഉണ്ടെന്ന് വിചാരിക്കും. അതിന് വാട്ട് ഇസ് എ മീനിങ്? എക്സ് സമം -3 അതിന്റെ സൊല്യൂഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരാൾക്ക് പിക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? -3 ഇങ്ങനെ കറപ്പിക്കണം. -3 ഇങ്ങനെ കറപ്പിക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ബോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ കറപ്പിക്കണം. ഇങ്ങനെ കറപ്പിച്ചാൽ ഇത് കാണുന്ന ആൾക്ക് എന്ത് മനസ്സിലാവും? ഇതിന്റെ സൊല്യൂഷൻ -3 കൂടെ ഉണ്ട്. നോക്കേ, -3 കൂടെ ഉണ്ട്. -3നെക്കാട്ടും വലുത്. എങ്ങോട്ടാ മാർക്ക് ചെയ്യേണ്ടത്? അങ്ങോട്ട്. -3നെക്കാട്ടും വലുത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട്. ചെറുതാണെന്ന് ക്വസ്റ്റ്യൻ ഇല്ല. നേരെ തിരിച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഇങ്ങോട്ട്. അതൊക്കെ നമുക്ക് പോകെ നമുക്ക് നോക്കാം. ഇപ്പൊ ഈ സൊല്യൂഷനിൽ എന്തില്ല? ഇത്രയേ ഉള്ളൂ ഇതിന്റെ സൊല്യൂഷൻ അല്ലേ. ഇതാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ, ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് എനിക്ക് പോകെ നമുക്ക് ഐഡിയ കിട്ടും കേട്ടോ. ഇപ്പോൾ ഒരു പ്രോബ്ലം തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ, ജസ്റ്റ് ബേസ്. ഓക്കെ, ഇനി നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ സോൾവിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഒരു ബേസ് ആയിട്ടുള്ളൂ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇന്ന ക്വസ്റ്റ്യൻ എന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിച്ചോട്ടെ. നിങ്ങൾ അങ്ങനെ സമാധാനമായി എന്ത് വേണമെങ്കിലും അവർ ചോദിച്ചോട്ടെ. നമ്മൾക്കത് സോൾവ് ചെയ്യാൻ സ്കിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ +2 എത്താനുള്ളതല്ല. അപ്പോൾ നമുക്കൊരു സ്കിൽ ഉണ്ടാക്കാം. സ്കിൽ ഓറിയന്റഡ് പ്രോബ്ലം ആണ് ആക്ച്വലി. ഈ ചാപ്റ്റർ ഒരു സ്കിൽ ഓറിയന്റഡ് ആണ് കേട്ടോ. അത് പറഞ്ഞത് ജസ്റ്റ് ബൈ ഹാർട്ടോ ഒന്നും പഠിക്കാനില്ല. സ്കില്ലാണ്, നമ്മളെ സ്കിൽ ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ കുറേ ചാപ്റ്റർ +1 അങ്ങനെയാണ്, എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ ചില കുട്ടികൾക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും പേടിയാണ്. കോൺസെപ്റ്റ് അറിയാത്തതുകൊണ്ടാണ് ആ പേടി വരുന്നത് കേട്ടോ. കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അറിയുന്ന ഒരാൾക്ക് ഇത് പേടിയില്ല ചാപ്റ്റർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഇപ്പൊ എക്സ് ഇത് നമ്പർ ലൈനിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടാണ് നമ്പർ ലൈൻ റിയലിന് മാർക്ക് ചെയ്തോന്ന് പറഞ്ഞാൽ മാത്രം മാർക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യനിൽ വേറെ കാര്യം കൂടെ സാർ പറയാൻ മറന്നു. ഇപ്പൊ നോക്കി നോക്കടാ, ഇതൊരു സെറ്റ് റെപ്രസെന്റും കൂടെ റെപ്രസെന്റ് ചെയ്യണം. അത് പറഞ്ഞാൽ വിട്ടുപോയി. ഒരു സെറ്റ് റെപ്രസെന്റും കൂടെ റെപ്രസെന്റ് ചെയ്യണം. സെറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ പ്ലസ് വണ്ണിൽ സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാം. വാട്ട് ഇസ് എ മീനിങ്? -3 കാട്ടിയും വലുത്. അപ്പൊ ഞാൻ ഇതല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്പറുകൾക്ക് അവസാനമില്ല, അതുകൊണ്ട് ഓപ്പൺ ബ്രാക്കറ്റ്. ഇങ്ങനെയാണ് നമ്പറുകളുടെ അവസ്ഥ, -∞ മുതൽ +∞ വരെ. എന്തുകൊണ്ടാണ് സാർ ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇടാത്തത്? കാരണം നമ്പറുകൾക്ക് അവസാനമില്ല, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഓപ്പൺ. ഇവിടെ ഇടത് ഭാഗത്തും നമ്പറുകൾക്ക് അവസാനമില്ല. ഇനി ഇതേ പാറ്റേണിൽ ഇത് സൊല്യൂഷൻ കൃത്യമായിട്ട് സെറ്റ് റെപ്രസെന്റേഷൻ ചെയ്യണം. ഇത് നിർബന്ധമാണ് കേട്ടോ, സെറ്റ് റെപ്രസെന്റേഷൻ ചെയ്യണം. ഞാൻ വീണ്ടും ഇതിലോട്ട് വന്നത് സെറ്റ് റെപ്രസെന്റേഷൻ ചെയ്യണം. നിങ്ങൾ നോക്കാം, -3 കാട്ടിയും വലുത്. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതാ എടുക്കുക? സെറ്റ് റെപ്രസെന്റേഷൻ വേറെ കളറിൽ കാണിക്കുക. ഇതാണ് നമ്മൾ എക്സാമിന് എഴുതേണ്ടത്. നോക്കി, -3 കാട്ടിയും വലുത്. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് ഇവിടെ ഓപ്പൺ. എന്തുകൊണ്ടാണ് -3 കാട്ടും വലുത്? ഓപ്പൺ ഇതാണ്. +∞, കാരണം നമ്പറുകൾക്ക് അവസാനമില്ല. ഇവിടെയും ഓപ്പൺ. ഇവിടെ ഈക്വൽ ഇടണം. എപ്പോഴാണെന്ന് അറിയോ? ഇവിടെ എങ്ങാനും ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ ഇടേണ്ട ബ്രാക്കറ്റ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ അല്ല, നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ അത് ഇല്ല, ഇങ്ങനെയില്ല. അപ്പോൾ ഇവിടെയും ഓപ്പൺ ബ്രാക്കറ്റ്. ഏത് മുതൽ? ഇവിടെ -3 എന്നിട്ട് കോമട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താ? -3 മുതൽ +∞ വരെ എന്താണ് ഇതിന്റെ സൊല്യൂഷൻ ആണ്. ഇത് സെറ്റ് റെപ്രസെന്റേഷൻ ആണ്. ഇത് നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത് നിർബന്ധമായിട്ട് എഴുതണേ, ഇത് എഴുതണം കേട്ടോ. സൊല്യൂഷൻ മാർക്ക് ചെയ്യണം. ഈ സൊല്യൂഷൻ ഇങ്ങനെ സെറ്റ് കാണിക്കണം, മാർക്കിങ്ങും വേണം. ഓക്കെ, ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ക്ലിയർ ആയിക്കോളും. നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഞാൻ പറയാൻ മറന്നുപോയി. 3x + 5 < x-. നേരെ പ്രോബ്ലത്തിലോട്ട് പോകാൻ സമയം കളയാനൊന്നുമില്ല. ഓക്കെ, എടാ ഇത് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന വെച്ചാൽ ലക്ഷ്യം വേണം. ലക്ഷ്യം എക്സ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ആൻസറിൽ എത്തണം. ഇത് ഈവൻ ലെസ് ദാൻ ആവാം, ഗ്രേറ്റർ ദാൻ ആവാം, അത് ഡിപ്പെൻഡ് ആണ്. മൈനസ് ഒക്കെ വരുന്ന അവസരത്തിൽ അതൊക്കെ തിരിയും മറിയൊക്കെ ചെയ്യും. അപ്പോൾ ജനറലി ഒരു എക്സ് എന്ന് പറയുന്നത് ലക്ഷ്യത്തിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രോബ്ലം. എക്സ് സംതിങ് എന്ന് പറയുന്ന ഒരു ഉത്തരത്തിൽ അല്ലേ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുക, അങ്ങനെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എക്സ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്. വാട്ട് ഈസ് എ ഫൈനൽ കീ? എക്സ് ഈക്വൽ ടു സംതിങ്, എക്സ് ലെസ് ദാൻ ഈക്വൽ ടു സംതിങ് എന്ന് പറയുന്ന കീയിലോട്ട് നമ്മൾ കൊണ്ടെത്തിക്കലാണ് നമ്മളെ സ്കില്ല്. അപ്പോൾ ഇത് ഓരോരുത്തരും ഓരോ ലെവലിൽ ഇത് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനത്തെ ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത അതാണ്. നമ്മുടെ സ്കില്ല് അനുസരിച്ച് ചില ആളുകൾ ഇതിൽ എക്സിനെ റിമൂവ് ചെയ്യും, ചില ആളുകൾ കോൺസ്റ്റന്റിനെ അത് റിമൂവ് ചെയ്യും. നിങ്ങളുടെ സ്കില്ലാണ് ഇത്. സ്കിൽ ഓറിയന്റഡ് ചാപ്റ്റർ ആണ് ഇത്. നമ്മൾക്ക് ആ സ്കില്ല് കിട്ടുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതേ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. പക്ഷെ എന്നാലും സ്കില്ല് ഉണ്ടാക്കിയെടുത്താൽ എന്താ ഗുണം വെച്ചാൽ ഒരു 3-4 ക്വസ്റ്റ്യൻ തന്നെ സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി 12 ക്വസ്റ്റ്യനും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾക്ക് സ്കില്ലിഡായി, എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്യുന്നതായി. ഓക്കെ, ആ സ്കില്ല് ഇതാണ്. ഇപ്പോൾ ഇടത് ഭാഗത്ത് 3x, വലത് ഭാഗത്ത് 1x. എക്സിന്റെ വെയിറ്റേജ് കൂടുതൽ ഇവിടെയാണ് അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഭാഗം കംപ്ലീറ്റ് വാനിഷ് ആക്കാം. ഇത് 0 ആക്കി മാറ്റാം. 0 എന്നല്ല, അവിടെയുള്ള എക്സിനെ കളയാം. അപ്പോൾ നമുക്ക് ഇവിടെ എക്സിനെ ഗ്രൂപ്പ് ചെയ്യാം. ഇവിടെ എക്സ് നിർത്താം, ഇവിടുത്തെ എക്സിനെ തട്ടിക്കളയാം. അപ്പോൾ സിമ്പിൾ ഐഡിയ പറയുന്നത്. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലെ എക്സിനെ കളയാം, കാരണം എവിടെയെങ്കിലും ഒരു എക്സ് മതിയല്ലോ. കാരണം ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ എക്സ് ലെസ് ദാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നത് സോൾവ് ചെയ്യാൻ പറ്റും? ഇല്ല. നമ്മൾ രണ്ട് സൈഡിൽ ഒരു സൈഡിൽ എക്സിനെ നിർത്തുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ 3x ആയതുകൊണ്ട് അവിടെ ഒരു എക്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ എക്സിനെ ഒഴിവാക്കാം എന്നുള്ളത് എന്ത് ചെയ്യാം? തീരുമാനം എടുക്കാം. അപ്പോൾ ആ എക്സിനെ ഒഴിവാക്കാം. മാത്സിൽ എന്താ ചെയ്യുക പറഞ്ഞു? 3x + 5. നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? മാത്സിന്റെ റൂൾ പ്രകാരം വേറെ കളറിൽ ചെയ്യാം. ഞാൻ അപ്പം നിലവിൽ പ്രോബ്ലം ഇങ്ങനെ നിൽക്കുന്നത് x-7. എൻ്റെ ലക്ഷ്യം എന്താണ്? ഈ എക്സിനെ ഇതാണ് ഇവനെ ഒഴിവാക്കലാണ് എൻ്റെ ലക്ഷ്യം. അപ്പം ഞാൻ ഇവിടെ എന്തിട്ട് കൊടുക്കും? -x ഇട്ട് കൊടുക്കും. മാത്സിൻ്റെ റൂളാണ്. ഇവിടെ -x ഇട്ട് അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഈ സൈഡിൽ -x കിട്ടണം. ഇതാണ് വർക്കിംഗ് റൂൾ. ഇടത് ഭാഗത്ത് -x ഇട്ടാൽ വലത് ഭാഗത്ത് -x ഇടാം. പക്ഷേ ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആഗ്രഹിച്ച പോലെ x -x ക്യാൻസൽ ആണ്. നമ്മളിത് മനഃപൂർവ്വം ചെയ്തത് ആ എക്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഈ എക്സിനെ ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഞാൻ അവിടെ എന്ത് ചെയ്തു? ഒരു -x കൊണ്ടിട്ടതാ. വലത് ഭാഗത്ത് -x കൊണ്ടിട്ടാൽ ഇടത് ഭാഗത്ത് -x കൊണ്ടിടണം. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വരും? 3x - x. അപ്പോൾ സാറല്ലേ പറഞ്ഞു മൈനസ് കൊണ്ട് മൈനസ് കൊടുത്താൽ അത് പ്ലസ് ആവും, ഇത് തിരിയും എന്ന് പറഞ്ഞത്. അതങ്ങനെയല്ല, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. മനസ്സിലായ മക്കളെ? ഇത് ആഡിങ്ങും സബ്ട്രാക്ഷനും ആണ്. മനസ്സിലായി? ഇത് സബ്ട്രാക്ഷനാണ് അപ്പോൾ ചെയ്തത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കേട്ടോ. നെഗറ്റീവ് കൊണ്ട് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് ആ സൈൻ അങ്ങോട്ട് കൊണ്ട് ഇന്റർചേഞ്ച് ചെയ്യുക. അത് മറക്കല്ലേ കേട്ടോ. ഇത് ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ, അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? ഈ സൈന് മാറുന്നില്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 3x എന്ന് ഒരു എക്സ് പോയാൽ എത്രയാണ് മക്കളെ? 2x. അതൊക്കെ എല്ലാവർക്കും അറിയാം. 3x എന്ന് ആർക്കും അറിയാത്ത 2x + 5 ലെസ് ദാൻ. ഇപ്പോൾ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? -7 മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ലക്ഷ്യം എന്താ? ഈ -7 ഒഴിവാക്കലാണെന്ന് കുറേ പേര് ചിന്തിക്കും. ഈ -7 ഒഴിവാക്കിയിട്ട് എന്താ കാര്യം? ഈ -7 ഒഴിവാക്കിയിട്ട് കാര്യമില്ല. എക്സിലോട്ട് എത്തണം. ഇനി ഇവനല്ല പിടിക്കേണ്ടത്. ഇനി നമുക്ക് എക്സിലോട്ട് എത്തണമെങ്കിൽ ഈ 5ന്റെ കൂടെയുള്ള ആളെ നമുക്ക് ഒഴിവാക്കാം. ഇനിയിപ്പോൾ -7 ഒഴിവാക്കിയിട്ട് ഇനിയിപ്പോൾ ഒരുത്തന്നെ എക്സാമിന് എന്ത് ചെയ്തു? -7 ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു +7 ഇട്ടു എന്ന് കൂട്ടാം. അപ്പോൾ ഇവിടെയും +7 ഇട്ടു. അപ്പോൾ -7 +7 ക്യാൻസലായി. അപ്പോഴും 5 ഇവിടെ ബാലൻസ് ആവും. പിന്നെ ഈ 5നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പോൾ അവിടെ ആരുമില്ല എന്ന് പറഞ്ഞാൽ ശൂന്യമാണ്, 0 ആണ് അല്ലേ? അപ്പോൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും 5 ആഡ്. അങ്ങനെയും ചെയ്യാം പ്രോബ്ലം.
പക്ഷെ അതിനെക്കാട്ടി സിമ്പിൾ എന്താ, അതിന്റെ ലോജിക്ക് പ്രകാരം സിമ്പിൾ എന്താ, ഇനി ഈ ഇടത് ഭാഗത്തുള്ള, കാരണം എക്സല്ലേ കിട്ടണ്ടേ, എക്സിലോട്ട് എത്തണല്ലോ. അപ്പൊ ഇവ നമുക്ക് എന്ത് ചെയ്യാം, ഈ 5നെ നമുക്ക് നൈസായിട്ട് ഒഴിവാക്കാം. 5നെ ഒഴിവാക്കാൻ എന്താ ചെയ്യാ പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. എന്താണ് 2x ഓൾറെഡി +5 ഉണ്ട് അല്ലെ, ഇടത് ഭാഗത്ത് -7 ഉണ്ട്. നിങ്ങൾ പറഞ്ഞ ശരിയാണ്. എന്താണ് ഇത് ഒഴിവാക്കാൻ സാറേ -5. അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്തു സാറേ, ഇവിടെ -5 ഇട്ടു. നമ്മൾ ആഗ്രഹം നിറവേറി, +5 -5 പോയി. ഇവിടെ എന്തൊക്കെ സംഭവിക്കണം നിങ്ങൾ നോക്കണ്ട, അതൊന്നും വെറീഡ് ആവണ്ട കേട്ടോ. അവിടെ വാട്ടവർ എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ. 2x <. സോ -7 എത്രയാടാ, -12 അല്ലേ അല്ല മക്കളെ. 7 8 9 10 12 -12 രണ്ട് മൈനസ് ഈവൻ കാൽക്കുലേറ്ററിൽ വേണമെങ്കിൽ കൊടുത്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ -7 -5 -12 രണ്ട് മൈനസ് ആണെങ്കിൽ 7 5 കൂട്ടും -7 കൊടുക്കുക. ഓക്കെ, ഇനി എക്സിന്റെ കൂടെ ഇൻറ്റു ലെവലാണ് നിൽക്കുന്നത് അല്ലേ, 2x എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ വർക്കിംഗ് റൂൾ, ഓരോ ആയുധങ്ങൾ എടുക്കുകയാണ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച്. രണ്ടാമത്തെ വർക്കിംഗ് റൂൾ, നമുക്ക് എക്സിന്റെ കൂടെ 2 ഉണ്ടെങ്കിൽ ആ 2നെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇടത് ഭാഗത്ത് ഡിവൈഡ് ചെയ്താൽ വലത് ഭാഗത്ത് ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ ഞാൻ ഇവിടെയാണ് ഡിവൈഡ് ചെയ്താൽ മാക്സിന്റെ റൂൾ തെറ്റിക്കരുത്, 2 ഭാഗത്തും ഡിവൈഡ് ചെയ്യണം. ഒബ്വിയസ്ലി ഈ രണ്ടും പോയി. നമ്മൾ ആഗ്രഹിച്ച പോലെ ഇവിടെ ആര് മാത്രം നമ്മൾ അവസാനം ആഗ്രഹിച്ച ഇതാണ്. 12 2 കട്ടാക്കി കഴിഞ്ഞാൽ എത്ര കിട്ടും, -6. ദാറ്റ് ഈസ് എ ഫൈനൽ കീ. നോക്കിയേ, എക്സ് ലെസ് ദാൻ മൈനസ് എന്ന് പറയുന്ന ഒരു ആൻസർ, എക്സ് സമം അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ, എക്സ് ഗ്രേറ്റർ ദാൻ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു കീയിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, എത്തി എന്നുള്ളതാണ്. അപ്പൊ വാട്ട് ഇസ് എ മീനിങ്, ഇതൊരു സെറ്റ് റെപ്രസെന്റേഷൻ ചെയ്യണം. നിങ്ങൾ പറ, -6 ചെറുത് അല്ലെ, വാ പൊളിച്ചിരിക്കുന്നതല്ലേടാ വലുത്, -6 അല്ലേടാ വലുത്. അപ്പൊ എക്സിന്റെ സൊല്യൂഷൻ എന്താന്ന് പറഞ്ഞാൽ -6 ചെറുത് എന്നല്ലേ. ഇപ്പൊ എക്സിന്റെ സൊല്യൂഷൻ -6 ചെറുത്, നമ്പർ ലൈൻ പ്രകാരം -6 ചെറുത് പറയടാ. ഏതാണ് -6 ചെറുത്? -6 ചെറുത് അല്ലെ, -7 -8 -9 -10 എന്ന് പറഞ്ഞു പോകും. അപ്പൊ ഇത് എങ്ങനെ സെറ്റ് റെപ്രസെന്റേഷൻ ചെയ്യാ പറ മക്കളെ. ഞാനൊരു സെറ്റ് റെപ്രസെന്റ് -6 ചെറുത് ഒരു കാര്യം ചെയ്യാം, അതിന്റെ നമ്പർ ലൈൻ ആദ്യം വലിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഞാൻ ഇതിന്റെ നമ്പർ ലൈൻ വരക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സൊല്യൂഷൻ എഴുതാൻ എളുപ്പമുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ഇത് എന്താ സെറ്റ് റെപ്രസെന്റേഷൻ ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. അപ്പൊ എന്തായാലും ഇവിടെ 0 എങ്ങനെയാ, സെന്റർ ആണ് 0. ഇനിയിപ്പോൾ അതൊന്നും എഴുതില്ല, -1 -2 അപ്രോക്സിമേറ്റ് -6. അതൊക്കെ ഒരു അപ്രോക്സിമേറ്റ് കളിയാണ്. ഇപ്പോൾ -2 കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ടിട്ട് വേണമെങ്കിൽ -6 ഒക്കെ എഴുതാം, അതൊന്നും ഇവിടെ പ്രശ്നമുള്ളതല്ല കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ നമ്പർ ലൈൻ ഇങ്ങനെ കറക്റ്റ് തന്നെ ഓർഡറിൽ വരക്കണം എന്നില്ല. സമയം ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ വരച്ചോ -4. ഇവിടെ ജസ്റ്റ് അപ്രോക്സിമേറ്റ് ഇങ്ങനെ കാണിക്കേ വേണ്ടുള്ളൂ -6. പക്ഷെ ഇവിടെ -6 ചെറുത് എന്ന് പറയുമ്പോൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണ്ട. അപ്പൊ നമുക്ക് സാധനം കിട്ടി, നമ്പർ ലൈൻ വീണ്ടും മാറ്റി. ഞാൻ ഇത് ഓരോ ലെവലിൽ മാറ്റുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ -6 നമ്മളെ ഉത്തരം ഇങ്ങോട്ടാണ് കാണിക്കണ്ടേ, മനസ്സിലായ? നമ്മളെ ഉത്തരം ഇങ്ങണ്ടല്ലേ വരിക. -6 ചെറുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറ അല്ലെ, ഇങ്ങണ്ടല്ലേ വരിക. അപ്പൊ ഇങ്ങോട്ടൊരു എക്സ്റ്റൻഷൻ വേണ്ടേ, അപ്പൊ അങ്ങോട്ട് അധികം എക്സ്റ്റൻഷൻ വേണമെന്നില്ല. ഇപ്പൊ മനസ്സിലായ, 0 1 2 മതി, ഇത്രയും മതി അവിടെ. കാരണം നമുക്ക് സൊല്യൂഷൻ കാണിക്കേണ്ടത് ഇങ്ങണ്ടാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട, അങ്ങോട്ട് ചുമ്മാ കുറെ എക്സ്പാൻഷൻ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം സൊല്യൂഷൻ -6 ചെറുതാ. അപ്പൊ ഇങ്ങോട്ടല്ലേ അല്ലെ കൊടുക്കേണ്ടത്. അതിനനുസരിച്ച് അതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ വരക്കാനുള്ള സ്കില്ല് ഉണ്ടാക്കുക കേട്ടാ. -6 ചെറുതാണ് ഇങ്ങോട്ടാണ് വരക്കേണ്ടത്, അങ്ങോട്ടല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റൻഷൻ കൊടുത്ത് സൊല്യൂഷൻ കാണിക്കും. നമുക്ക് ഈ സൊല്യൂഷൻ അല്ലേ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഒബ്വിയസ്ലി ഇതിന്റെ സെറ്റ് റെപ്രസെന്റേഷൻ കാണിക്കാം. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വേഗം എളുപ്പത്തിൽ സെറ്റ് റെപ്രസെന്റേഷൻ ചെയ്യാം. നമ്പറുകൾക്ക് അവസാനമില്ല, സോ -∞. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, -x. അപ്പൊ നമ്പർ ലൈൻ വരച്ചിരുത് എഴുതുമ്പോൾ വലിയ ടഫ് ഉണ്ടാവില്ല. കാരണം -∞ ആണല്ലോ. -6 എന്തുകൊണ്ടാണ് സാർ ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് തന്നെ എപ്പോഴും ഇടുന്നത്? കാരണം ഇവിടെ ഈ ലെസ് ദാൻ മാത്രം ഉള്ളത് കൊണ്ടാണ്. സപ്പോസ് ഇവിടെ ഈക്വൽ ടു വന്നാൽ മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുള്ളൂ, അവിടെ ഈക്വൽ ടു അല്ലെങ്കിൽ ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്ത് ചെയ്യുള്ളൂ, പുട്ട് ചെയ്യുള്ളൂ. സോ സെറ്റ് റെപ്രസെന്റേഷൻ കഴിഞ്ഞു, നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തു. ക്വസ്റ്റ്യനിൽ നമ്പർ ലൈനിൽ സാറ് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, പറഞ്ഞിട്ടില്ലെങ്കിലും വരച്ചോ, ഒരു ഭംഗിക്ക് വരച്ചോ കേട്ടോ. നിർബന്ധമില്ല നമ്പർ ലൈനിൽ വരക്കണം എന്ന് കൃത്യമായിട്ട് ഷോ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം വരച്ചാൽ മതി റിയാലിറ്റി. പക്ഷെ നിങ്ങൾ നമ്പർ ലൈനിൽ വരക്കുന്നത് നല്ലതാണ് കേട്ടോ, ഒരു അഡീഷണൽ ആയിട്ട് അത് വരക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് റെപ്രസെന്റേഷൻ, കാരണം ഇത് നിർബന്ധമാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞു വെരി ഇമ്പോർട്ടൻറ്റ്, സെറ്റ് റെപ്രസെന്റേഷൻ ചെയ്യണം കേട്ടോ. കുറേ സമയമില്ലടാ, പെട്ടെന്ന്. ഇതും ലെങ്തി ആവുമെന്ന് അറിയില്ല, 1 മണിക്കൂർ എന്തായാലും പിടിക്കുന്നുണ്ടോ. സോൾവ് 5x - 3 ലെസ് ദാൻ 17. നോക്ക്, വെൻ x is a real number, mark the solution number line, blah 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 question. സോ പെട്ടെന്ന് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേഗം ചെയ്യാം. ഞാൻ ഐഡിയ കിട്ടിയില്ലേ. ഫസ്റ്റ് നമുക്ക് ലക്ഷ്യം എന്താ, ഈ -3 ഒഴിവാക്കാം അല്ലേ സാർ. അപ്പോൾ 17 ആദ്യം ഒഴിവാക്കില്ല. മക്കളെ 17 നോക്കാണ്ട് -17 അവിടെ 0 ആവും. അപ്പോൾ പിന്നെ ആ കലമ്പാവും. അതിനെക്കാട്ടി നല്ലത് എന്താ, നമ്മൾ ലക്ഷ്യം x ആക്കുന്നതല്ലേ. അപ്പോൾ -3 ആദ്യം ഒഴിവാക്കാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ x ഉണ്ടെങ്കിൽ അവനെ ആദ്യം ഒഴിവാക്കിക്കോ. ഇപ്പോൾ ഇനിയിപ്പോൾ x ഒന്നുമില്ല, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ -3 ആദ്യം ഒഴിവാക്കാം. സോ വാട്ട് ഇസ് ദ വർക്കിംഗ് റൂൾ, നിങ്ങൾ ചെയ്തോടാ. -3 അപ്പോൾ +3 സാറേ ചെയ്യാം. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലും സാറേ ഞാൻ +3 ചെയ്തു. സാർ ആഗ്രഹം അങ്ങനെ പോകുന്നു. yx ലെസ് ദാൻ 17 3 എത്രയാടാ, 20 കിട്ടി. സാറേ എക്സിനെ ഒഴിവാക്കാൻ എന്താ, എക്സിനെ നിർത്താൻ എന്താ ചെയ്യുക, ഡിവൈഡ് ബൈ രണ്ട് സൈഡിലും 5 കൊണ്ട് അല്ല. ഇനിയിപ്പോൾ നിങ്ങൾ സ്പീഡായില്ലേ, നിങ്ങൾ പറ 20 എത്ര 5 ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി സ്പീഡായില്ലേ മക്കളെ. x 20 എത്ര 4 കിട്ടി. സോ വളരെ 4 ചെറുത്. സോ നേരെ നമ്പർ ലൈൻ
അപ്പം 4 ഇതാ, ഇത് 4, ഇത് 3, ഇത് 2, 1, 0. 4നെക്കാട്ടിയും വലുതല്ലേ? അപ്പം അധികം വേണ്ട, അങ്ങണ്ടാണോ വേണ്ടത്? അല്ലെ, അങ്ങണ്ടാണ് സാറേ വേണ്ടത്. 4, 5, 6, 7, 8. 4നെക്കാട്ടി വലുത്, സോറി 4നെക്കാട്ടി ചെറുത്. അയ്യടാ, 4നെക്കാട്ടി ചെറുത്. വാ പൊളിച്ചിരിക്കുന്ന 4 എക്സ് എന്ന് പറഞ്ഞാൽ 4നെക്കാട്ടി ചെറുത്. അപ്പം അങ്ങണ്ട് അധികം വേണം അല്ലേ? അങ്ങോട്ട് ഇപ്പം ഞാൻ 8 പോയി പോട്ടെ. ഇങ്ങണ്ടാണ് സൊല്യൂഷൻ വേണ്ടത്. 4നെക്കാട്ടി ചെറുത്. ഇത് നല്ല ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, അതല്ലെങ്കിൽ തെറ്റും. ഏത് നല്ല വായിച്ചു നോക്കി നല്ല മനസ്സിലാക്കിയാണ് ചെയ്തത്. 4നെക്കാട്ടി ചെറുത് അല്ലെ, 4നെക്കാട്ടി ചെറുതാണ് എക്സ്. എന്താണ് ഓക്കെ, ഇതാണ് 4നെക്കാട്ടിയും ചെറുത്. ഇവിടെ ഒരു വട്ടിട്ട് സാറേ ബബിൾ ചെയ്യണ്ട സാറ്. 4 വട്ടറിൻ്റെ കേട്ടോ, ബബിൾ ചെയ്യണ്ട. ബബിൾ ചെയ്യണമെങ്കിൽ എപ്പോഴാണ് ഈക്വൽ ടു വരണം. ഓക്കെ, സെറ്റ് റെപ്രസെൻറ്റേഷൻ സാറേ ഇതാ ഇങ്ങനെ വെക്കും കണ്ട, -∞ ഇത് 4 വരെ. ഇവിടെ എന്താണ് ഓപ്പൺ ബ്രാക്കറ്റ്. ഇതാണ് സെറ്റ് റെപ്രസെൻറ്റേഷൻ. രണ്ടും ചെയ്യണം കേട്ടോ. പെട്ടെന്ന് കിട്ടുമോ നിങ്ങൾക്ക്? എന്തൊരു ഐഡിയ, ലോജിക്ക് കിട്ടിയ പെട്ടെന്ന് കിട്ടും. കണ്ട അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ. ഇതൊക്കെ ചില ആളുകൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ടെൻഷൻ. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അത്ര സിമ്പിളാണ്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ് വരുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ ഇങ്ങനത്തെ. പക്ഷേ ഇതൊന്നും കാണുമ്പോൾ ടെൻഷൻ അടിക്കണം. ഒക്കെ പോസിറ്റീവായിട്ട് എടുക്കുക, ഇതൊക്കെ സോൾവ് ചെയ്യുക. ഇതൊന്നും വലിയ ആനപ്പണിയുള്ളതല്ല മക്കളെ, സിമ്പിളാണ്. ഇതൊക്കെയാണ് എക്സാമിന് വരുന്നത്. ഈ പാറ്റേൺ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവല്ലേ വേണ്ടത്. ഇതൊക്കെ സന്തോഷത്തോടെ ആക്സെപ്റ്റ് ചെയ്യുക. അതൊക്കെ വരട്ടെ, ചലഞ്ചായിട്ട് എടുക്കാം. അത് ചലഞ്ചായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ ഫസ്റ്റ് നോക്കി നിങ്ങൾ. മാക്സിമം 3 എണ്ണൊക്കെ ഉള്ളതാണ് വരാറ് കേട്ടോ. മാക്സിമം 3 അല്ല, ഇനി 10 വന്നാലും വിഷയമല്ല. അങ്ങനെ വേണം കേട്ടോ. 10 വന്നാലും വിഷയമല്ല. 10 വരില്ല, മാക്സിമം 3 or 2 വരാറുള്ളൂ. പക്ഷെ ഞാൻ ചുമ്മാ പറഞ്ഞാണ്, 10 വന്നാലും പേടിക്കണ്ട. ഫസ്റ്റ് ഇതിങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിനോമിനേറ്റർ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ 3 സെക്ഷൻ ഉണ്ട്, 1, 2, 3. വേറെ ക്വസ്റ്റ്യൻ ഉണ്ടോ ആദ്യം ചെയ്യാൻ പറ്റിയ? ഇല്ല. ഇനിയൊക്കെ കനത്ത ക്വസ്റ്റ്യൻസ്. ഒരു കാര്യം ചെയ്യാം, ചെറുത് ആദ്യം ചെയ്യാം. എന്നിട്ട് അതിലോട്ട് വരാം. ചില ആളുകൾക്ക് 3 ആകുമ്പോൾ പേടിയാം. അപ്പോൾ 2 ആളാണ്ട് കഴിഞ്ഞോട്ടെ കേട്ടോ. ചില കുട്ടികൾക്ക്, എല്ലാവരും അല്ല സാറ് പറഞ്ഞ്, ചില ആളുകളുണ്ട് അവർ ഒരു പേടിയാണ്, പ്രോബ്ലം കാണുമ്പോൾ ടെൻഷനാണ്. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെറുത്, ഇതും പ്രീവിയസ് ഇയർ ആണ്, ഇത് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് പോകാം. ഓക്കെ, സോ 2x - 5 / 3 > 3. ഇതിന്റെ സൊല്യൂഷൻ എന്ത് ചെയ്യണം? നമ്പർ ലൈനിൽ കാണിക്കണം എന്ന് പറഞ്ഞില്ല. ജസ്റ്റ് എക്സിന്റെ വാല്യൂ എന്താണ്, സെറ്റ് റെപ്രസെന്റേഷൻ മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. നമ്മളൊരു ഗ്രാഫൊക്കെ വരയ്ക്കും, എല്ലാം നമ്മൾ അടിപൊളിയിലാക്കി കൊടുക്കുന്നു കേട്ടോ. അവർ ചോദിക്കാത്തൊക്കെ എന്ന് പറഞ്ഞ പോലെ നമ്പർ ലൈൻ ചോദിച്ചിട്ടില്ല, എന്നാൽ നമ്പർ ലൈനൊക്കെ വരച്ച് സെറ്റ് റെപ്രസെന്റേഷൻ ഒക്കെ ഇട്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കി നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ മക്കളെ, ഡിനോമിനേറ്ററിൽ 3 ആണ് സാറേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും ഐറ്റംസ് വന്നു കഴിഞ്ഞാൽ അവൻ ആദ്യം ഒഴിവാക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിങ് അതാണ്. A/B ഫോർമാറ്റിൽ വന്നാൽ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിലുള്ള നമ്പറുകളെ ഒഴിവാക്കണം. ഇതിപ്പോൾ ഒരു സെറ്റ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പമായി. കാരണം എന്താ, ഈ 3നെ ഒഴിവാക്കാൻ ഒരു പണിയില്ല. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ മാക്സിൻ്റെ റൂൾ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് റൈറ്റ് ആൻസർ ഉള്ളത്. അത് നമ്മൾ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും പ്രശ്നമില്ല. ഇടത് ഭാഗത്ത് ആരെ മൾട്ടിപ്ലൈ ചെയ്താലും വലത് ഭാഗത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ കുഴപ്പമില്ല. നമ്മൾ ആഡ് സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്ത പോലെ തന്നെ മൾട്ടിപ്ലൈയും ചെയ്യാം. അധികം ചേഞ്ച് ഒന്നുമില്ല. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമാണ് സൈൻ ഇന്റർചേഞ്ച് ആവുള്ളൂ. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ അവൻ്റെ ആവശ്യം ഇപ്പോൾ വന്നില്ല, എന്താ പ്രോബ്ലം ഉണ്ട് വരുന്നുള്ളൂ. ലാസ്റ്റിക്ക് ഇട്ടിട്ടുള്ളത് ഇപ്പൊ നമുക്ക് ജസ്റ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 സൈഡിലും മൾട്ടിപ്ലൈ ചെയ്തു. ഒബ്വിയസ്ലി നമ്മൾ ആഗ്രഹിച്ച പോലെ 3 നമ്മളെ ലക്ഷ്യം അതാണ്, 3നെ ഡിനോമിനേറ്ററിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഡിനോമിനേറ്ററിൽ ഓനോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ഇവിടെ ആകെ ഡിനോമിനേറ്റർ ഒന്നേ ഉള്ളൂ. അപ്പോൾ ആ 3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ അയാളെ ശല്യം പോയി. ബാലൻസ് എന്താ ഉണ്ടാവുക പറ? ബാലൻസ് എന്താണ്? 2x - 5 > 3 × 3 എത്രയാണ്? എല്ലാവർക്കും അറിയാം, 9 ആണ്. ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇനി അവിടെ എക്സ് ഒന്നുമില്ല, ഇനി -5നെ ഒഴിവാക്കാം. ഇനി ഒരു ഐഡിയ കിട്ടി തുടങ്ങും. ഇപ്പം നിങ്ങൾക്ക് ഇടത് ഭാഗത്ത് -5 ഉണ്ട്, -5നെ നൈസായിട്ട് ഒഴിവാക്കാം. എന്ത് ചെയ്യാം? -5നെ ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത് പറ? സാറേ +5 കൊണ്ട് അല്ലേ, +5 കൊണ്ട് ഞാൻ വേറെ കളർ കൊടുക്കാം. കളർ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സാർ ഇങ്ങനെ കളർ കൊടുക്കുന്നത്. ഇവിടെയും ഞാൻ എന്ത് ചെയ്യാം അല്ലേ, 2 സൈഡിലും ഞാൻ എന്ത് ചെയ്യാം, പ്ലസ് തന്നെ 2 സൈഡിലും ഞാൻ എന്ത് ചെയ്യാം. ഞാൻ എന്താ ചെയ്തത്? ഇടത് ഈ -5നെ ഒഴിവാക്കാൻ +5 കൊടുത്തു, അവിടെയും +5 കൊടുത്തു. ഒബ്വിയസ്ലി -5 നമ്മൾ ആഗ്രഹിച്ച പോലെയൊക്കെ സംഭവിക്കുന്നത് അല്ലെ. നമ്മൾ ആഗ്രഹിച്ച ടൂണിൽ തന്നെ നമ്മൾ കഴിച്ചിരുന്നു. 2x > 9 = 9 × 5 = 14 കിട്ടി. സോ ഒബ്വിയസ്ലി ഇപ്പൊ കിട്ടിയത് എങ്ങനെയാണ്? 2x > 14. നമുക്കറിയാം എക്സിന്റെ കൂടെ 2 ഉണ്ട്, ഓനെ ഒഴിവാക്കാൻ ഇവിടെ ഡിവിഷൻ കളിക്കാം അല്ലെ. ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 ക്യാൻസൽ. എക്സ് > 14 2 എത്ര? പകുതി എത്രയാടാ? 7 ആണ് അല്ലെ. 7 14. സോ ഫൈനൽ ആൻസറിലെത്തി. ഇവിടെ ശ്രദ്ധിക്കണം, അവിടെ ഈക്വൽ ടു വന്ന് ഇവിടെ ഞാൻ പറഞ്ഞ താരം ഈക്വൽ ടു വന്ന്. സോ പരിപാടി കഴിഞ്ഞു. എക്സ് > ഇങ്ങനെ എഴുതി. ഓക്കെ, സൊല്യൂഷൻ കഴിഞ്ഞു. ഇതിന്റെ മീനിങ് എന്താ? 7ഉം 7നെ കാട്ടിയും വലുത്. സോ 7ഉം 7നെ കാട്ടിയും വലുത്. സെൻറ്റർ 0 1 2 3 4 5 6 7 8 9 10 മതി. +∞ കാണിച്ചാൽ മതി. ഇടത് ഭാഗത്ത് ചുമ്മാ ഒരു -∞. അതിനൊന്നും പ്രാധാന്യമില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടാൽ മതി. നമ്മൾ സൊല്യൂഷൻ കാണിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. 7ഉം 7നെ കാട്ടിയും വലുതും. 7ഉം 7നെ കാട്ടിയും വലുതും. ഓക്കെ, ഇതാണല്ലോ 7. ഇവിടുന്ന് സ്റ്റാർട്ട് 7നെ കാട്ടിയും വലുത്.
നന്നായിട്ട് കട്ടിയിൽ കുറച്ച് കട്ടിയിൽ വരക്കണം കേട്ടോ, പേജ് കീറാത്ത രീതിയിൽ കട്ടിയിൽ വരക്കാം. ഇവിടെ ഒരു വട്ടട, സാധാരണ നമ്മളിവിടെ ഒരു വട്ടിട്ടാണ് പോയിരുന്നത് ഇതുവരെ. എന്തുകൊണ്ടാണ് ഇവിടെ ഈക്വൽ ടു ഇല്ലാണ്ട്? ഇതിന്റെ മീനിങ് എന്താ? 7 ഉണ്ട്, 7 സമം കൂടെ അതിന്റെ സൊല്യൂഷനാണ്. ബബിൾ ചെയ്തോളാം, ബബിൾ ചെയ്തിട്ട് പേപ്പറൊന്നും കയറരുത് കേട്ടോ. 7 നന്നായിട്ടൊരു വട്ടിടാം. സോ അതിന്റെ മീനിങ് ഇത് വായിച്ച ഒരാൾക്ക് മനസ്സിലാവും. 7ഉം 7നും കാട്ടി വലുതും. ഓക്കെ, 7ഉം 7നും കാട്ടി വലുതും. 8, 9, 10 പ്ലസ് ഇൻഫിനിറ്റ് വരാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഉണ്ട് ചെയ്യാം, അതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട് ചെയ്യട്ടെ. 3 ചെയ്യാം കേട്ടോ. 3 ചിലർക്ക് പേടി, ഒന്നും വേണ്ടേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ ഇഞ്ചക്ഷൻ അടിക്കണ പോലെ വലിയ ക്വസ്റ്റ്യൻ ചില ആളുകൾക്ക് ഇങ്ങനെ ടെൻഷനാണ്. അപ്പോൾ ആദ്യം ചെറുതൊക്കെ എന്ത് പടച്ച് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യുമ്പോൾ വലിയ ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ. സോ നോക്ക് മക്കളെ, ഇവിടെ ഡിവിഷൻ ഒന്നുമില്ല. ഇവിടെ ഒന്ന് ബ്രാക്കറ്റ്, ഇതൊക്കെ സാധാരണ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പോലെ ഓപ്പൺ ചെയ്യാം. അതൊക്കെ മാത്സിൽ ഇവിടെ പ്രത്യേകിച്ച് ഇനീക്വാലിറ്റി ആണ്. 2 × x എന്താടാ 2x ആണ്, 2 × 6 എത്രടാ 12 ആണ്. അതൊക്കെ സാധാരണ ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്? പോലെ 2x ആകെ മൈനസ് കൊടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ, മൈനസ് കൊണ്ട് 2 സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഇന്റർചേഞ്ച് ആവും. അത് മാത്രമേ ലോജിക്ക് മെയിനായിട്ട് ഇതിൽ പഠിക്കേണ്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്ക്. ഇനി ഇവിടുന്ന് ഇനി പ്രശ്നം എന്താ വെച്ചാൽ ഇടത് ഭാഗത്ത് -3x ആണ്, റൈറ്റ് സൈഡിൽ 2x ആണ്. നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഒരു സൈഡ് പിടിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒന്നുകിൽ ഇടത്ത് പിടിക്കാം അല്ലെങ്കിൽ വലത്ത് പിടിക്കാം, നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ എങ്ങനെ ചെയ്താലും ആൻസർ അവസാനം 4 കാലിൽ വീഴുമെന്ന് പറഞ്ഞ പോലെ അങ്ങനെ തന്നെ വീഴുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ -3x ആദ്യം നമുക്ക് നമ്പറുകൾ ഒഴിവാക്കാം. നമ്മൾ വിചാരിക്കുന്ന അസ്യൂം ചെയ്യുന്നത് ഞാനിപ്പോൾ ഇടത് ഭാഗത്തിൻ്റെ സൊല്യൂഷൻ വരട്ടെ എന്ന് അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വലത് ഭാഗത്ത് വരട്ടെ എന്ന് അസ്യൂം ചെയ്യാം. ചില ആളുകൾക്ക് ഉണ്ടാവും, സാർ ഇവിടെ -3x അല്ലേ, അവിടെ പോയിക്കോട്ടെ, നമുക്ക് സൊല്യൂഷൻ വലത് ഭാഗത്ത് പിടിക്കാം. അങ്ങനെ തോന്നുമെങ്കിൽ അങ്ങനെ പിടിക്കാം. അതല്ല സാറേ ഇവിടെ -3x ആണ്, അപ്പോൾ ഞാനൊരു +3x കൊണ്ട് ഇവിടെ കൊടുത്തിട്ട് ഇവിടുത്തെ എക്സുകളൊക്കെ കളഞ്ഞ് എന്നിട്ട് അവിടെ പല രീതിയിൽ ഇതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ 2 സൈഡിൽ x ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് x ആക്കാം എന്നുള്ളത് ആദ്യം തീരുമാനം എടുക്കാം. ഒരു സ്ഥലത്ത് x ആക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ -3x, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു +3x കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 2 നന്നായി ശ്രദ്ധിച്ചാൽ മതി. ഇത് മൈനസ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് x നിർത്തണമല്ലോ. 3x ഇവിടെ ഒരു 3x കൊടുത്തു, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ രസമാണ് കേട്ടോ. ഈ പ്രോബ്ലം ഇങ്ങനെ ചെയ്യും, വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലേ? ബാക്കിയുള്ള ചാപ്റ്റർ പോലെയല്ല, സാർക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ചാപ്റ്ററാണ്. ഓക്കെ, ഇപ്പോൾ ഈ -3x ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ +3x കൊടുത്തുകൊണ്ട് ഓക്കെ -3x +3x കൊടുത്തു. ഒബ്വിയസ്ലി ഇനി ഇവിടെ ഉള്ളത് 2 ആണ്, ഗ്രേറ്റർ ദാൻ 2x + 3x ഇവർ തമ്മിൽ കൂട്ടാലോ. 2x + 3x എത്ര? 5x + 12. ഇനി നമുക്ക് നല്ല രസമായി അല്ലേ? പ്രോബ്ലം എന്ത് രസമായി നോക്കിയേ. 5x + 12 ഇങ്ങനെയായി. ഇപ്പോൾ നമ്മൾ x റൈറ്റ് ഹാൻഡ് സൈഡിലായി, അത് കുഴപ്പമില്ല. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നെ x ആവണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇനി അതല്ല, ഒരുത്തൻ ഇവിടെ ഇടത്ത് ഭാഗത്ത് x നിർത്താൻ വേണ്ടിയിട്ട് 2x ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 2x അവിടെ -2x കൊടുക്കുക. അപ്പോൾ ഇവിടെ -2x കൊടുക്കുക, അപ്പോൾ -5x വരും. വേറെ ഒന്നുമില്ല, -5x വരും. അത്രേ ഉള്ളൂ ഇടത് ഭാഗത്ത് വരും. അങ്ങനെ ചെയ്തൊക്കെ സെയിം ആൻസറിലെത്തുക. നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ, ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ശരി, ഇപ്പം ഇങ്ങനെ കിട്ടി. ഇനി ലക്ഷ്യം സാറേ ഇൻ്റെ കൂടെയുള്ള 12 ഒഴിവാക്കാം. എക്സിൻ്റെ കൂടെയുള്ള എൻ്റെ 12 ഞാൻ ഒഴിവാക്കാം അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 12 ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റിംഗ് ആണ് മക്കളത്. -12 അല്ലേ? അപ്പോൾ ഇവിടെ 2, ഇവിടെ -12 കൊടുക്കും. ഗ്രേറ്റർ ദാൻ പറയും വൈറ്റ് ആയിട്ട് കൊടുക്കാൻ. ഞാൻ വൈറ്റ് കൊടുക്കുകയാണ് മക്കളെ. ഇവിടെ 2 ഇപ്പം ഇങ്ങനെയാടാ നിൽക്കുന്നത്. 5x + 12 ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഞാൻ ഇവിടെയും -12 കൊടുത്തോടാ, ഇവിടെയും -12 കൊടുത്തു. അപ്പോൾ 2 - 12 എത്ര കിട്ടും? -10 കിട്ടും അല്ലേ? ഗ്രേറ്റർ ദാൻ ഓർക്കുള്ളൂ. നമ്മൾ ആഗ്രഹിച്ച പോലെ ഇപ്പം പോയി 5x പോയി, ഇങ്ങനെയായി. ഇനി നമ്മളെ ലക്ഷ്യം എന്താ? എക്സിനാണ് ആൻസർ കീയിൽ എത്തേണ്ടത്. അപ്പോൾ എക്സിൻ്റെ കൂടെ 5 ഉണ്ട് സാറേ, അവനെ ഒഴിവാക്കാം. 5നെ എന്ത് ചെയ്യാം സാറേ? ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഒബ്വിയസ്ലി എന്തായി? 5 ക്യാൻസൽഡ് ആയി. 5 10 ആൻസർ എത്ര ഉണ്ടാ? -2 അല്ലേ? -2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x. സോ ഫൈനൽ കീ എത്തി x അല്ലേ? -2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x. അപ്പോൾ സാർ ഇതിങ്ങനെ നമ്പർ ലൈൻ മാർക്ക് ചെയ്യാൻ സാർ പറഞ്ഞോണ്ടാ? ഓക്കെ, അത് നമ്പർ ലൈൻ മാർക്ക് ചെയ്യാൻ, ചുമ്മാ നമ്പർ ലൈൻ -2 കാട്ടി. ഇപ്പം എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയേ? -2 കാട്ടി ചെറുത്. ശരിയല്ലടാ, വാ പൊളിച്ചിരിക്കുന്നത് -2 അപ്പോൾ വലുത് അല്ലേ? അപ്പോൾ എക്സിന്റെ വില എന്ന് പറഞ്ഞാൽ -2ഉം -2 കാട്ടി ചെറുതും, -2ഉം -2 കാട്ടി ചെറുതും. അപ്പോൾ നോക്കി -2 -2 കാട്ടി ചെറുതും, ദാറ്റ് ഈസ് -3 -4 -5 -6 അപ് ടു +∞. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? -1 0 1 2 ഇത് അധികം എഴുതണമെന്നില്ലടാ. വലത് ഭാഗത്തേക്ക് അധികം എഴുതണമെന്നില്ല കേട്ടോ. അപ്പോൾ -2 കാട്ടി ചെറുത് ഇവിടെ ഇങ്ങനെ ബോൾഡ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഇവിടെ ഒരു വട്ടട. വട്ടത്തിൽ കറപ്പിക്കണം -2 കറപ്പിക്കണം. കാരണം എന്താ? -2 ഇവിടെ ഉണ്ട്. അപ്പോൾ -2 കാട്ടിയും ചെറുതാണ് x. സോ -2 കാട്ടി ചെറുതുള്ള വാല്യൂ ഈ ഭാഗത്തേക്കാണ് വരിക. നമ്പർ ലൈൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. സെറ്റ് റെപ്രസെന്റേഷൻ അല്ലെ? -∞, -2. ഇവിടെ ഈക്വൽ ഉള്ളത് കൊണ്ട് ഓപ്പൺ ബ്രാക്കറ്റ് അല്ലടാ, ക്ലോസ്ഡ് ബ്രാക്കറ്റ്. മറന്ന് പോവരുത്. ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് സാറിന് ഇവിടെ ഓപ്പൺ ഇടുന്നത് കാരണം -∞ വരെ നമ്പറിന് അവസാനമില്ല. ഇവിടെ -2 ഈക്വൽ കണ്ടാൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ്, ബ്രാക്കറ്റ് മറന്നു പോവല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ അതേപോലെ ഇനിയൊക്കെ അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു കേട്ടോ. സമയത്തിനുണ്ട്.
ഓക്കെ, അടുത്തത് 7x + 3. കാരണം ഇത് മാക്സിമം പ്രാക്ടീസ് വേണടാ, കാരണം ഇതൊരു ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം അല്ലേ. സോ പറഞ്ഞോളൂ. ഫസ്റ്റ് എന്താടാ, എക്സിനെ കളഞ്ഞു. അപ്പോൾ 7x + 3. ഇനി സ്പീഡിൽ ചെയ്യടാ. -5x കൊടുത്തു, 5x + 9. ഇവിടെയും -5x കൊടുത്തു. ആരൊക്കെ പോയി +x അല്ലേ. അപ്പോൾ 7x 5x പോലെ എത്രയാടാ, 5 6 7 2x. ഇതൊക്കെ നിങ്ങൾ ചെയ്ത മക്കളെ കേട്ടാ. ഇനി പറ, ഈ 3നെ ഒഴിവാക്കണം. എന്താ ചെയ്യണ്ടേ സാറിന്? സ്പീഡിൽ ചെയ്യാണ്, ചെയ്തോളൂ കേട്ടോ. 3 - 3. സോ ഫൈനലി 2x <9 5 3 പോയാ എത്ര, 7 അല്ലേ. 7 8 9 അല്ല 6. 9 3 പോയാൽ 6. സാറേ തെറ്റി. ഓക്കെ, രണ്ട് ഭാഗത്ത് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 2 സാറേ 3. എന്തെങ്കിലും സാറേ എളുപ്പത്തിൽ അല്ലേ. 3 കാട്ടിയും ചെറുത് സാറേ നമ്പറിലേക്ക് വരച്ചോ. സാറേ 3 ഇതാ, 2 ഇതാ, 1 ഇതാ, 0 ഇതാ, -1 ഇതാ, -2. ഇത് നമ്പർ ലൈനാടാ. 3 കാട്ടി ചെറുത് ഇതാ, അങ്ങോട്ട് പിടിച്ചോ ആൻസർ. 3 കാട്ടിയും ചെറുത്. നല്ല വിധത്തിൽ മൈനസിൽ ഒക്കെ ആണെങ്കിൽ നല്ല നീറ്റിലൊക്കെ നിങ്ങൾ വരച്ചോ. ഇവിടെ ഒരു വട്ടം മാത്രം ഇട്ടാൽ മതി, കാരണം 3 കാട്ടി ചെറുതാണ് എക്സിന്റെ സൊല്യൂഷൻ. 3 കാട്ടി ചെറുത്. സെറ്റ് റെപ്രസെന്റേഷൻ പറഞ്ഞോ. -∞ 3. ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ്, ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ്. സാർ എന്താ ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ്? 3 മാത്രം, 3 ഇല്ല, 3 വരെ എന്നാ മീനിങ്. 3 വരെ, 3 ഇല്ല, 3 വരെ. അതുകൊണ്ടാണ് നമ്മളവിടെ ഓപ്പൺ ബ്രാക്കറ്റ് എടുക്കുന്നത്, മറക്കല്ലേ. ഇതൊക്കെ നിങ്ങൾ പെട്ടെന്ന് ചെയ്യാന്നുള്ളത്. ഒന്നും ഇപ്പോൾ സാർ ആവശ്യമില്ല. സാർ ഇനി വലുത് വരുമ്പോൾ മാത്രമേ സാർ ആവശ്യമുള്ളൂ. ഓക്കെ, 4x ഇതൊക്കെ നിങ്ങൾ ചെയ്യലടാ. അതൊക്കെ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യോ. ഈ ക്വസ്റ്റ്യൻ നോക്ക്. ഞാൻ മുന്നത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തു തരട്ടാ. സോൾവ് ദി ഇനീക്വാലിറ്റി. എടാ മക്കളെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സാറേ 3 എണ്ണം ഉണ്ട്, പക്ഷേ ഡിനോമിനേറ്ററിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഒരെണ്ണേ ഉള്ളൂ. 3 സെക്ഷൻസ് ഉണ്ട്, പക്ഷേ ഡിനോമിനേറ്ററിൽ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ LCM എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. പറയാം നല്ല LCM ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ സാർ അപ്പോൾ ആരുമില്ലേ, ആരുമില്ലെങ്കിൽ ഇവിടെ പ്രേതമായിട്ട് ആരുണ്ട്, 1 ഉണ്ട്. പ്രേതമായിട്ട് 1 ഉണ്ട്. മനസ്സിലായി. ഡിനോമിനേറ്ററിൽ ആരുമില്ലെങ്കിൽ അതൊരു നമ്പറിന്റെ ഇപ്പം 2 എന്ന് പറഞ്ഞാൽ 2/1. ആരുമില്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്തുണ്ട്, 1 ഉണ്ട് എന്നുള്ളതാണ്. സോ അവിടെ 1 ഉണ്ട് കേട്ടോ. നിങ്ങൾ അതിനെ കുറിച്ച് പറയണ്ട, അവിടെ ആരും ഇല്ലാന്ന് പേടിക്കണ്ട, അവിടെ 1 ഉണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്. സോ ഇതിന്റെ LCM എന്ന് പറഞ്ഞാൽ 2 ആണ്. സാർ ഇതൊക്കെ എങ്ങനെ കിട്ടിയ LCM? ഒന്നുമില്ല, 1 × 2 × 1 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് LCM. നിങ്ങൾക്ക് ഒരു ലെവലും ഇല്ലെങ്കിൽ LCM പല രീതിയിൽ കാണാനുണ്ട്. അത് ഞാൻ അടുത്ത ടെക്സ്റ്റ് സെക്ഷനിൽ പറഞ്ഞു, ഇപ്പം തന്നെ പറഞ്ഞുതരാം. സോ ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഡിനോമിനേറ്ററിലെ നമ്പറുകൾ തമ്മിൽ ഗുണിച്ചാൽ മതി. അതൊരു LCM ആണ്. അത് ലീസ്റ്റ് ആവണമെന്നില്ല, അതിൻ്റെ തൊട്ടടുത്തതാവാം. അപ്പോൾ അതൊക്കെ വെച്ച് സോൾവ് ചെയ്താലേ ആൻസർ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ ആവണ്ട. ഒരു ഐഡിയയിൽ LCM കൺഫ്യൂഷൻ ആയിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ ജസ്റ്റ് ആ ഡിനോമിനേറ്ററുള്ള നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ അതന്നെ അതിൻ്റെ LCM. അത് ലീസ്റ്റ് LCM ആവണമെന്നില്ല, അതിൻ്റെ അടുത്ത ലെവലിൽ LCM ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 6ന് പകരം 12 ആയാലും കുഴപ്പമില്ല. അവരെ മൾട്ടിപ്പിൾ ആയിട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പ്രോബ്ലം സോൾവ് ചെയ്താൽ അവസാനം ഫിനിഷിംഗ് ആൻസർ സെയിം കിട്ടും. അപ്പോൾ ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഡിനോമിനേറ്ററുകളൊക്കെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ സിംപ്ലി ഇവിടെ 2 ആണ്. അപ്പോൾ നമുക്കറിയാം ഈ 2നെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള കളികളൊക്കെ നമുക്കറിയാം. നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നല്ല പ്രോബ്ലം ആണിത്. -5 < 5 - 3x < 8. ഇങ്ങനെയുള്ള എടുക്കുന്നത്. അപ്പോൾ അടിയിൽ ഇവിടെ 2 ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 2നെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താ, ഇവനെ ഒഴിവാക്കലാണ് നമ്മളെ ലക്ഷ്യം. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2 ആളുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടു. ഇതിപ്പോൾ വെട്ടാനുള്ളതാണ്, അപ്പോൾ ബ്രാക്കറ്റ് ഇട്ടാലും ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എടാ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. എല്ലായിടത്തും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ലേ. സോ 2 × -5 എത്രടാ, -10 ഒബ്വിയസ്ലി 2 ക്യാൻസലായി. 5 - 3x < 8 16 ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എപ്പോഴും വരിക എങ്ങനെയാണെന്ന് അറിയോ. ഇതിൻ്റെ സൊല്യൂഷൻ വരിക ഇവിടെ സെൻട്രലാണ് എക്സ്. അപ്പോൾ ഒബ്വിയസ്ലി ഇതിൻ്റെ ആൻസർ എപ്പോഴും എങ്ങനെ വരുള്ളൂ എന്ന് അറിയാം. അപ്പോൾ -5 < x < ഈ ഒരു പാറ്റേണിലെ ആൻസർ വരുള്ളൂ, അല്ലാണ്ട് x = എന്ന് പറയില്ല. ഇതിന്റെ മീനിങ് എന്താ, -5നും 5നും ഇടക്ക് എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷൻ വരിക. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷൻ വരിക, നമുക്ക് നോക്കാം. ഇനി നമ്മളിവിടെ സെൻറ്റർ ഫോക്കസ് ചെയ്താൽ മതി, കാരണം 2 സൈഡിലും നമ്പറാണ്. നമ്മൾ ബാലൻസ് ചെയ്യില്ല, നമ്മൾ ജിമ്മിലൊക്കെ ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു സാധനം പുള്ളപ്പ്. 2 സൈഡിൽ എക്സ് എവിടെ നിൽക്കുന്നത്, സെൻറ്ററാ. നമുക്ക് എക്സിന്റെ പാർട്ട് സെൻറ്ററാ. 2 സൈഡിൽ കിടന്നിട്ട് ഇങ്ങനെ മാറും. അവസാനം സെൻറ്ററിൽ എന്ത് കിട്ടും, നമുക്ക് എക്സ് കിട്ടും. അപ്പോൾ സെൻറ്ററിൽ എക്സ് കിട്ടിക്കലാണ് ഇതിന്റെ ലക്ഷ്യം. ഈ പ്രോബ്ലം കാണാൻ തന്നെ മനസ്സിലാക്കണം. അവിടെ ഇവിടെ നമ്പറുകൾ വരും, സെൻറ്ററിൽ എക്സ് വരും. അങ്ങനെയാണ് ഫിനിഷ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ 5 - 3x ആണ് കേട്ടോ കിടക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുത്തെ 5നെ ഒഴിവാക്കാം. 5 ഒഴിവാക്കാം. അപ്പോൾ 5നെ ഒഴിവാക്കാൻ വേണ്ടി അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്യുക, പറ. അപ്പോൾ -10 5നെ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യും, -5 ചെയ്താൽ മതി. ഇത് ഈ 5 പോകാൻ എന്ത് -5 കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ -5 കൊടുക്കാം. അപ്പം എന്ത് വരടാ, < 5 - 3x. നമ്മുടെ ലക്ഷ്യം എന്താണ്, 5നെ ഒഴിവാക്കുക. 5നെ ഒഴിവാക്കുക എന്ന് മാത്രമേ നമ്മളെ കയ്യിൽ ലക്ഷ്യമുള്ളൂ. സോ < 16. അതേ കളറിൽ ഞാൻ മാച്ച് ഒപ്പിച്ചിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ.
-5 എല്ലാ സൈഡിലും -5. നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? സെൻട്രലുള്ള 5 -5 ക്യാൻസൽ ആക്കുക. ഒബിയസ്ലി ഇവിടെ ഒക്കെ മാറ്റങ്ങൾ വരും, അതിനനുസരിച്ച് -10 -5 എത്ര പറഞ്ഞാൽ -15. അത് നമുക്കറിയാലോ, നമ്പർ എന്താണ് അവിടെ വരുന്നത് ആൻസർ ചെയ്യാം. -15 ≤ 5 പോയി, പിന്നെ ഇവിടെ എന്താ ഉള്ളത്? -3x ആണ്. ≤ എത്രയുടെ 16 5 പോയാൽ 11. ഇങ്ങനായി. നെക്സ്റ്റ് സാറേ മൈനസ് ഉണ്ട് അല്ലേ? നോക്കേ മൈനസ് ഉണ്ട്. അപ്പോൾ സാറേ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നമുക്ക് 3 കൊണ്ട് ഇത് -3x അല്ലേ, ഇൻറ്റു ആണല്ലോ. അപ്പം സാറേ നമുക്ക് -3 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? ഒന്നുകിൽ നിങ്ങൾക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, ഇപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സംഭവിക്കാം -x എന്ന് പറഞ്ഞ് നിൽക്കും. പക്ഷേ -x അല്ല കിട്ടുന്നത്, പോസിറ്റീവ് എക്സിൽ വേണം ആൻസർ കാണാൻ. അപ്പോൾ ഒറ്റയടിക്ക് സ്കില്ലഡ് ആണെങ്കിൽ, ഒറ്റയടിക്ക് സ്കില്ലഡ് ആണ് നമ്മളെന്നുണ്ടെങ്കിൽ ഈ -3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ സ്കില്ലഡാ, പക്ഷെ ശ്രദ്ധിക്കണം, -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവരെന്താവില്ല, സൈൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെയ്യും. എല്ലാവരും തെറ്റിക്കുന്ന എക്സാമിന് ഇതാണ്. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതേ സൈനുകൾ തന്നെ ലെസ് ദാൻ അങ്ങനെ എടുക്കുള്ളൂ. പക്ഷെ -3 കൊണ്ട് പുൾ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. സോറി, ഇവിടെ ഡിവിഷൻ ആണ് ചെയ്യുന്നത്. -3 കൊണ്ട് ഡിവിഷൻ, അത് നെഗറ്റീവ് കൊണ്ട് ഡിവിഷൻ ചെയ്യുകയാണെങ്കിലും മതി. ഇപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഡിവിഷനാണ്. ഇപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, സൈനുകൾ ചേഞ്ച് ആവില്ല. പക്ഷെ -3 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയാണ്. നെഗറ്റീവ് പുൾ ചെയ്ത് കഴിഞ്ഞാൽ, നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ എന്താവും? ഇന്റർചേഞ്ച് ആവും. അപ്പൊ നമ്മൾ നോക്കേ, ഞാനിവിടെ ചെയ്യുന്ന നോക്കേ, ഇവിടെ ഇതാണ് നമ്മളെ ലക്ഷ്യം, -3 ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെയും -3, ഇവിടെയും -3. സാർ ഒരു അലമ്പ ആൻസർ ആണല്ലോ, അലമ്പ ആൻസർ ആണ്, അതിലൊന്നും മാറ്റില്ല കേട്ടോ. -3 ക്യാൻസൽ, പ്രീവിയസ് ഇയർ വന്നാണ്. ഈ മൈനസ് എന്താവും? പ്ലസ് ആവും. 15/3 ഇങ്ങനെ കിട്ടും. അത് നമുക്ക് അടുത്തതിൽ സിംപ്ലിഫൈ ചെയ്ത്, ഒറ്റയ്ക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പേടിയാണെങ്കിൽ മൈനസ് ക്യാൻസൽ ആയി എന്ന് പഠിക്കാം. സോ 15 മക്കളെ, ഈ <= എന്താവും? ഗ്രേറ്റർ. ഇത് മറക്കരുത്. ഞാൻ പറഞ്ഞു സൈൻ ചേഞ്ച് ആവും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താ. ഇനി ഓട്ടോമാറ്റിക്കിന് ഇപ്പോൾ അവിടെ എക്സ് ആയി, നമ്മൾ ആഗ്രഹിച്ച പോലെ -3 പോയി എക്സ് ആയി. പക്ഷേ നോക്കേ, -1 കൊണ്ട് മൾട്ടിപ്ലൈ, ഈ സിമ്പിളും എന്താ കൂടാ? > 11/-3. സോ 15/3 എന്താണ്? ഈ 3 15 അല്ലേ? 5 > x. പിന്നെ ഒന്നും ചെയ്യരുത്, -3. സോ ദിസ് എ ഫൈനൽ ആൻസർ. സാർ ഇത് എങ്ങനെ കൊണ്ട് ഈ നമ്പർ ലൈൻ എഴുതും അല്ലേ? ഓക്കെ, എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5നും -11/3ക്കും എന്താണ്? 5നും 11/-. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് 11/-3? 11/-3 11നെ 3 കഷ്ണാക്കാം, 2 കഷ്ണാക്കിയൊക്കെ 5 ആക്കാം അല്ലെ? ഒരു 3 3 26 എത്ര പേരോടാ? 11നെ 3 കഷ്ണാക്കി കഴിഞ്ഞാൽ ഒരു 12 4 വരില്ല, 3.5. ഒരു അപ്രോക്സിമേറ്റ് -3.5 അല്ലെ? -3.5. അപ്പോൾ -3.5 ഒക്കെ എവിടെ വരിക നമ്പർ ലൈനിൽ പറ അല്ലേ? -3, ഇത് 1, ഇത് 2, ഇത് 3, ഇത് -1, -2, -3, -4 അല്ലേ? ഇൻ ബിറ്റ്വീൻ ഇവിടെയാണ് വരിക. അപ്പോൾ -3.5 ഇവിടെയാണ് വരിക അല്ലേ? -3.5 വലുതാണ് എക്സ്, 5. അപ്പൊ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് നമുക്കൊരു വാല്യൂ ഇവിടെ എഴുതാം. എന്ത്? ഇതാണ് നമ്മളെ വാല്യൂ. ഇത് കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതിയാണ് നിങ്ങൾ. സാറ് കയ്യിൽ കാൽക്കുലേറ്റർ ഒന്നുമില്ല. -11/3.5 എക്സാക്ട്ലി ഒന്നല്ല, ചുമ്മാ ഞാൻ ഡമ്മിക്ക് എഴുതിയാണ്. ആ കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആൻസറാണ്. അപ്പോൾ ആ വാല്യൂ ഇവിടെ കൊടുത്താൽ മതി. ദാറ്റ് ഈസ് -11/3. ഇതാണ് ആൻസർ. ഇവിടെ 11/-3 എന്ന് പറഞ്ഞാൽ -11/3. ഇനി 5ന്റെ ആൻസർ എന്താ? ഇത് 3 ആയിട്ടുള്ളൂ, 4 5. സോ ഇതാണ് നമ്മൾ 5ന്റെ ആൻസർ. സോ ഇതാണ് നമ്മുടെ 5. അപ്പോൾ ഇവരുടെ ഇൻബിറ്റൊക്കെ ഇവരുടെ രണ്ടിൻ്റെ ഇൻബിറ്റ്വീനിലായിരിക്കും എക്സിന്റെ വാല്യൂ. അതായത് -11/3 5ന്റെ ഇൻബിറ്റ്വീനിൽ. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. ഓക്കെ, ഇതാണ് ലൈൻ വരക്കേണ്ടത്. ഇത് ബോൾഡ് ചെയ്ത് വരക്കണം. അതിനുശേഷം രണ്ടും ഈക്വൽ ടു ആണല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ ഒരു വട്ടടണം, ഇവിടെയും വട്ടടണം, ഇവിടെ എന്ത് ചെയ്യണം? ബബിൾ ചെയ്യണം, ഇവിടെയും ബബിൾ ചെയ്യണം. സോ ദിസ് ഈസ് ദി സൊല്യൂഷൻ. ഇതൊക്കെ ടെക്സ്റ്റിന്റെ എക്സസൈസുകളാണ്. പെടാപാട് പോലത്തെ ഇങ്ങനത്തെ പ്രോബ്ലം അങ്ങനെ റിപ്പീറ്റഡ് അല്ല, പക്ഷേ ഇത് എക്സസൈസുകളാണ്. ടെക്സ്റ്റ് ബുക്കിന്റെ ഏത് ലെവലിൽ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ പ്രിപ്പയർഡ് ആവണം കേട്ടോ. കറക്റ്റ് കീയാണ്, കറക്റ്റ് വർക്ക് ചെയ്യുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊക്കെ ബേസ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നു വിചാരിക്കുന്നു അല്ലേ? ഇതൊക്കെ ഇനിയിപ്പോൾ കോമഡി ക്വസ്റ്റ്യൻ അല്ലേ, വലുതൊക്കെ ചെയ്തിട്ട്. ഓക്കെ, 4x + 3 <= പെട്ടെന്ന് ചെയ്താൽ കേട്ടോ, കീ കറക്റ്റ് ആയിക്കോട്ടെ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ x5xനെ ഒഴിവാക്കാം സാറേ. 4x + 3 സാറേ -5x. ഞാൻ റൈറ്റ് സൈഡ് ഒഴിവാക്കാൻ തീരുമാനിച്ചോണ്ടാ, ലെഫ്റ്റ് സൈഡ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. സോ +5x -5x ക്യാൻസൽഡ്. 4x - 5x -1x. -1x എന്ന് പറഞ്ഞാൽ സിംപ്ലി -x. സാറേ മനസ്സിലായില്ല. 4 - 5 നോക്കേ, 4 - 5 എന്ന് പറഞ്ഞാൽ -1. അത് 4x എന്ന് -5x കുറച്ചാൽ -1. അപ്പോൾ -1x. സാർ അവിടെ 1 ഇടട്ടെ, വേണ്ട. -1x എന്ന് പറഞ്ഞാൽ -x എന്നാണ് അല്ലേ? 1 എഴുതാൻ നിർബന്ധമെങ്കിൽ എഴുതിയാൽ മതി. പിന്നെ സാർ അവിടെ ഒരു 3 കൂടെ ഉണ്ട് ഇടത് ഭാഗത്ത് അല്ലേ? അതുപോലെ 7 ഇട്ട്. ഇനി നമ്മുടെ ലക്ഷ്യം എന്താ? ഇടത് ഭാഗത്ത് 3നെ ഒഴിവാക്കാം. വളരെ സിമ്പിൾ. എന്ത് ചെയ്താൽ മതി? 3നെ ഒഴിവാക്കാം, -3 ആഡ് ചെയ്താൽ മതി അല്ലേ? -3. സോ നമ്മൾ ആഗ്രഹിച്ച പോലെ 3 ആഡ് ചെയ്ത് 7 - 3 എത്ര? വാട്ട് ഈസ് വാല്യൂ? <= 7 3 പോയാൽ 4 4 3 7. സോ 4.
സാറേ ഇവിടെ നിന്നാണ് ഇനി കോമഡി. സാറേ -x ആണോ വേണ്ടത്, x ആണോ വേണ്ടത്? ആബ്സല്യൂട്ട്ലി x ആണ് വേണ്ടത്. അപ്പോൾ ഒരു സാറേ ഒരു കാര്യം ചെയ്യാം, നമുക്ക് -x <4 ഇങ്ങനെയാണ് കിടക്കുന്നത്. എൻ്റെ ഇവനെ മാറ്റണം, ഇവിടെ മൈനസ് കൊടുക്കണം. ഒബ്വിയസ്ലി മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആര് ചേഞ്ച് ആവും മക്കളെ, മറന്നു പോവല്ലേ. ഞാൻ അടണ്ടോക്കെ ഇവിടെ മൈനസ് കൊടുത്താൽ ഈ അങ്ങോട്ട് നിൽക്കണോന്ന് ഇങ്ങുണ്ടാവും. മൈനസിൻ്റെ മൈനസ് ഉണ്ടാവും, പ്ലസ് ആണ്. പ്ലസ് മെൻഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എക്സ് ഗ്രേറ്റർ ദാൻ, ദാറ്റ് ഇസ് എ ഫൈനൽ കീ. നാലോചിച്ചൊക്കെ ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്നതാണ്, എത്രയോ കുട്ടികൾ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സിമ്പിൾ നേരെ തിരിയുന്ന അറിയാം. അപ്പോൾ 4-നെക്കാട്ടിയും വലുതാണ് എക്സ്. സോ നമ്പർ ലൈനൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പെട്ടെന്ന് നമ്പർ ലൈൻ വരച്ചോ. 4-നെക്കാട്ടിയും വലുതാണ് വാപ്പൊളിച്ചിരിക്കുന്നത്. സോ 0, ഞാൻ അപ്രോക്സിമേറ്റ്ലി 4, 5, 6, 7. സോ പ്ലസ് ഇൻഫിനിറ്റ്. ഇതൊക്കെ നമ്മൾ അപ്രോക്സിമേറ്റ് അവിടെ സൊല്യൂഷൻ കാണിക്കാനുള്ള സ്കില്ല് ഉണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. 4-നെക്കാട്ടിയും വലുത് അങ്ങനെ. ഓക്കെ, 4-നെക്കാട്ടിയും വലുത് ഈ പ്ലസ് ഇൻഫിനിറ്റ് വരെ. 4-നെക്കാട്ടിയും വലുത് ഏത് വരെ? പ്ലസ് ഇൻഫിനിറ്റ് വരെ. 4-നോടെ ജസ്റ്റ് ഒരു വട്ടം മാത്രം ഇട്ടാൽ വെച്ചാൽ ബബിൾ ചെയ്യരുതടാ, ഈക്വൽ ഇല്ല. സോ സെറ്റ് റെപ്രസെന്റേഷൻ ഇത് വെച്ചിട്ട് നമുക്ക് എഴുതാൻ സിമ്പിൾ അല്ലേ. പ്ലസ് ഇൻഫിനിറ്റ് എന്ന് എഴുതാം. മാക്സിമം അല്ലെ ഇൻഫിനിറ്റിയാണ്, കോമ 4 ഇവിടെ കോമ. ഇതാണ് നമ്മളെ സെറ്റ് റെപ്രസെന്റേഷൻ കേട്ടോ. സെറ്റ് റെപ്രസെന്റേഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, സമയം എത്രയാടാ? 21. അടുത്തത് സോൾവ് x/3 > x/2 + 1. സാറേ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ എക്സസൈസുള്ള ക്വസ്റ്റ്യൻ, അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. കാരണം എക്സാമിന് ഏത് എങ്ങനെ എടുക്കുകയെന്ന് അറിയില്ല, നമ്മൾ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. x/3 പറ, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന്. x/2 + 1. സാറേ ഡിനോമിനേറ്റർ ഇവിടെ ആരും ഇല്ലെങ്കിൽ സാറ് പറഞ്ഞു 1 ആണ് അല്ലെ. 1/1 1 ആണ് എല്ലാവർക്കും അറിയാം. സോ ഡിനോമിനേറ്ററിൽ 3 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്. മക്കളെ നിങ്ങൾക്ക് LCM ആ ഡിനോമിനേറ്ററിൽ എല്ലാ നമ്പറുകളും നമ്മൾ ഗുണിച്ചാൽ മതി. 3 × 2 6 ആണ് LCM. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് LCMനെ പറ്റിയിട്ട് ഒരു ABCD അങ്ങനെ ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും എക്സാമിന് ഈ പ്രോസസ്സ് ചെയ്താൽ മതി. ഇതൊരു LCM ആണ്. ഡിനോമിനേറ്ററിൽ എല്ലാ നമ്പറുകളും നമ്മൾ ഗുണിച്ചാൽ 3 × 2 × 1 വാട്ട് ഈസ് 6. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആരൊക്കെ പോകും? ഡിനോമിനേറ്ററിലെ 3ഉം 2ഉം പോകും. ഇത് കളയാൻ വേണ്ടിയിട്ടാണ്, ഡിനോമിനേറ്ററിലെ 3നും 2നും കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ എക്സാക്ട്ലി 6 ആണ് LCM. ഓക്കെ, അപ്പോൾ LCMന്റെ വലിയ ഭീകരത ഒന്നും അറിയണ്ട. ഡിനോമിനേറ്ററിലെ നമ്പറുകൾ നമുക്ക് ഗുണിച്ച് കിട്ടുന്നത് എന്താണ് LCM ആയിട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അത് ഏത് പ്രോബ്ലത്തിലും അപ്ലൈ ചെയ്യാം, ഏത് ലെവലിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ലീസ്റ്റ് നമ്പർ ആയാലും അതിൻ്റെ അടുത്ത ലീസ്റ്റ് നമ്പർ ആയാലും കട്ടിങ് എങ്ങനെയാലും കട്ടാക്കി പോകും. ഓക്കെ, സോ 3 × 2 6 ആണ്. അപ്പോൾ നമ്മളെ മാത്സിൻ്റെ റൂൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോറി 3 അല്ല 6 സാറേ. ഓക്കെ, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 6 കൊണ്ട്. നമ്മൾ ആഗ്രഹിച്ച പോലെ 6-ൽ എത്ര 3 ഉണ്ട്? 2 ആണ് അല്ലേ. നമ്മൾ ആഗ്രഹിച്ച പോലെ 2 6-ൽ എത്ര ഉണ്ട്? 3 ഉണ്ട് അല്ലേ. അതുപോലെ അവിടെ ഒന്നും ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. സോ ഫൈനൽ ആൻസർ എന്താ? 2 × x. അപ്പോൾ 2x ആയി, ഗ്രേറ്റർ ദാൻ 3 × x 3x + 1 ഇങ്ങനെ ആയി സാറേ. ഇപ്പോൾ സിമ്പിൾ ഫോർമാറ്റ് ആയി അല്ലേ. ഇനി നമുക്കറിയാം 3x-നെ അവിടെ നിന്ന് വായിപ്പിക്കുക എന്നുള്ളത് അല്ലേ. ചില ആളുകൾക്ക് കഴിയുന്നത് സാർ നമുക്ക് 2x-നെ ഇവിടുന്ന് വായിപ്പിക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും അതൊക്കെ നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് 3x-നെ ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സോ ഒബ്വിയസ്ലി ഇവിടെ -3x കൊടുത്തു, ഇവിടെയും -3x കൊടുത്തു. അപ്പോൾ 2 - 3 -1 ആണ്. അപ്പോൾ -x ഗ്രേറ്റർ ദാൻ 3x പോയി 1 വന്നു. ഓക്കെ സാറേ -x ഗ്രേറ്റർ ദാൻ 1 ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ മൈനസ് കൊണ്ട്. അപ്പോൾ ആര് ഇന്റർചേഞ്ച് ചെയ്യും? ഇവ ഇന്റർചേഞ്ച് ചെയ്യും. മൈനസ് പ്ലസ് ആയി x. ഇത് അങ്ങോട്ടുള്ളത് അങ്ങോട്ടാവും, ഇങ്ങനെ ആവും എടാ. ഇവിടെ -1 അല്ലേ, -1. ഇത് ചേഞ്ച് ചെയ്യാൻ തെറ്റിക്കാതിരുന്നാൽ മതി. സോ വാട്ട് ഈസ് എ നമ്പർ ലൈൻ പറ? വളരെ സിമ്പിൾ. -1 കാട്ടി ചെറുത്. ആ ഇതിങ്ങനെ കണ്ടെത്തുമ്പോഴേ നിങ്ങൾ സെൻറ്റർ 0 -1 കണ്ടെത്തുക. -1 കാട്ടി ചെറുത് ഇങ്ങോട്ടാണ് സൊല്യൂഷൻ പോവുക. ഒന്നും നോക്കാനില്ല, ഇങ്ങോട്ടാണ് സൊല്യൂഷൻ പോവുക. നോക്കേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ടാണ് പോവുക. സോ ഇവിടെ വട്ടട്, ഇത് -∞, ഇത് +∞. ഓക്കെ, അപ്പോൾ -1 ഇവിടെ ഒരു വട്ടം മാത്രം മതി. അപ്പോൾ നമുക്ക് സെറ്റ് റെപ്രസെൻറ്റേഷൻ നോക്ക്. -∞, കോമ ഇവിടെ -1 ഓപ്പൺ ബ്രാക്കറ്റ്. ഇവിടെ ഈക്വൽ ഇല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ഇട്ടു. അതൊക്കെ വേഗം ചെയ്യാവുന്ന കാര്യമുള്ളൂ, നിങ്ങളെ കൊണ്ട് അതൊക്കെ പറ്റും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ സോൾവ്. സാർ എല്ലാ ക്വസ്റ്റ്യനും എടുത്ത് വന്നിട്ടുണ്ടോ? ഉണ്ട് മക്കളെ, ടെക്സ്റ്റിൻ്റെ എല്ലാ ആക്ടിവിറ്റിയും അങ്ങനെയല്ല, പ്രീവിയസ് ഇയർ ഇതൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ പരമാവധി എത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അത്രയും എളുപ്പമുണ്ടായിരിക്കും നിങ്ങൾക്ക്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്താൽ വിത്തിൻ 2 3 4 5 സെക്കൻഡിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, സോൾവ് മക്കളെ 2 ഭാഗമാണ്. ഡിനോമിനേറ്ററിൽ 5 ഉണ്ട്, 3 LCM എന്താ നിങ്ങൾ പറ? 5 ഉണ്ട് സാറേ, 3 ഉണ്ട്. ഒന്നുമില്ല സാറേ, 5 × 3 15, 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ LCM മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യടാ 3 × x - 2 ഡിവൈഡഡ് ബൈ ഇവിടെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ആണ് 5 × 2 - x/3. രണ്ട് സൈഡിലും സാർ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു പറ? 5 × 3 15 അല്ലേ. ഞാൻ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു? 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. സോ 5 15-ൽ വെട്ടിക്കഴിഞ്ഞാൽ 3 കിട്ടും.
അല്ലേ? അതുപോലെ ഇവിടെ 15-ൽ 3 കെട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ കട്ടായി പോകും ഓട്ടോമാറ്റിക്കലി. 15-ൽ 3 കൊണ്ട് കട്ടായി കഴിഞ്ഞാൽ എത്ര കിട്ടും? 5 കിട്ടും. I3 15 അല്ലേ? ഒരു 3 അല്ലേ? I3 15. ഓക്കെ സാറേ, കറക്റ്റാണ്. 3 × 3 ഒബ്വിയസ്ലി 9. 9x - 2 < (. ഇനി ഇവിടെ ഉണ്ട് ഈ 5ഉം ഈ 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തോ. 5 × 5 എത്രടാ? 25. 2 - x. മക്കളെ അത് വർക്ക് ചെയ്യട്ടോ. കീ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. ഓക്കെ, കറക്റ്റാണ് മക്കളെ. സാറേ കീ തെറ്റുണ്ടാച്ചിട്ടാണ്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്തും കൊണ്ടേയിരിക്കും, പിന്നെ അതിന് റിപ്ലൈ ചെയ്യാൻ നടക്കണ്ടേ. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ. 9 × x 9x - 9 × 2 18 <. 25 × 2 50. സാറേ ഇത് എന്തൊക്കെ വാല്യൂ? അതൊക്കെ രസമുള്ള വാല്യൂ ആണ് കേട്ടോ. നമ്മൾ ആ റൂൾ വയലേറ്റ് ചെയ്യാതിരുന്നാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ഓക്കെ മക്കളെ, നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾ റൈറ്റ് ആൻസറിലുള്ള -25x ഫിനിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. മൈനസ് ഇനി ചിലവർക്ക് ഇടത് ഭാഗത്ത് ഒഴിവാക്കാം. അതാ പറഞ്ഞത്, ഇതൊക്കെ ഓരോരുത്തരുടെ സ്കില്ലാണ്. ചിലവർ ഇടത് ഭാഗത്ത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അതായത് ഞാൻ പറഞ്ഞത് അതൊക്കെ ഒരു സ്കിൽ സെറ്റാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒഴിവാക്കാനാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ എന്ത് ചെയ്യണം? +25x. ഞങ്ങൾ കുറച്ച് വിട്ടിട്ട് എഴുതിക്കോട്ടെ, ഞാൻ അഡ്ജസ്റ്റ്മെന്റിൽ എഴുതിയാണ്. കട്ടായി. 9x + 25. മക്കളെ 9x + 25x ചെയ്യാൻ ഒരു പണിയില്ല. ഇവിടെ മൈനസ് അല്ലേ സാറേ? പ്ലസ്. ഓക്കെ, പ്ലസ് ഇവിടെയും പ്ലസ് അല്ലേ? 9 + 25 എത്ര? 29. 34. 34x - 18 <. ഇനി സാർ ഇവിടെ 50 മാത്രമേ ഉള്ളൂ. ഓക്കെ, എക്സ് ഇവിടെ എന്ത് ചെയ്യാം? ഈ -18 ഒഴിവാക്കാം അല്ലേ സാറേ? ഓക്കേടാ, നിങ്ങൾ പറയുന്ന പോലെ. സോ +18 < (= 50. ഇവിടെ +18 കൊടുത്താൽ ഇവിടെയും +18. നമ്മളെ ലക്ഷ്യം -8 + 18 ഒഴിവാക്കി. അപ്പോൾ 34x <. 50ഉം 18 60 68. 30 30 60. കറക്റ്റ്. 34 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വളരെ സിമ്പിൾ. കാരണം ഇത് കട്ടാക്കാൻ വേണ്ടി കറക്റ്റ് ഇട്ടച്ച പോലെ ഉണ്ടല്ലേ? 34 വെട്ടി x <. 34 68 എത്ര? 2 വട്ടം അല്ലേ? ഇതൊക്കെ പ്രോബ്ലം കണ്ണിങ് ആണ്, അങ്ങനെ കിട്ടുകയാണ്. x <. (2). വാട്ട് ഈസ് ദ മീനിങ്? 2 ഉം 2 കാട്ടി ചെറുതും. നമ്പർ ലൈൻ പറയടാ. നമ്പർ ലൈൻ എല്ലാം വരച്ചോ. നമ്പർ ലൈൻ ചോദിച്ചിട്ടൊന്നുമില്ല ഇതിൽ, പക്ഷെ നമ്പർ ലൈനൊക്കെ പഠിച്ചോ കേട്ടാ. സോ 1 2 3 0 -1. 2ഉം 2നും കാട്ടി ചെറുത്. ഈ ഭാഗത്തേക്കല്ല എക്സ്റ്റൻഷൻ വേണ്ടത്. സോ -∞. 2 2നും കാട്ടി ചെറുത്. നോക്കെ 2 2നും കാട്ടി ചെറുതും. നോക്കെ 2ഉം 2നും കാട്ടി ചെറുതും. അങ്ങോട്ട് പോവും. 2ൽ വട്ടട. ഇവിടെ ഈക്വൽ ഉണ്ട്, മറന്നരുത്. ഇവിടെ ബബിൾ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് സെറ്റ് റെപ്രസെന്റേഷൻ എളുപ്പത്തിൽ ചെയ്യാം. മൈനസ് അതിനാണ് ഇപ്പോൾ ഇത് വരച്ചത് തന്നെ ഞാൻ കേട്ടാ. 2 ഇവിടെ എന്ത് ചെയ്യണടാ? ക്ലോസ്ഡ്. ഇവിടെ ഓപ്പൺ, കാരണം നമ്പറുകൾക്ക് അവസാനമല്ല. ഇവിടെ ക്ലോസ്ഡ്, മറക്കല്ലേ, കാരണം ഇവിടെ ബബ്ലിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹായ് എന്തൊക്കെ സാറേ ക്വസ്റ്റ്യൻ? സാറെ കയ്യിൽ ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ടല്ലോ അല്ലേ? ഇതൊക്കെ നമ്മളെ ബുക്കിലുള്ളതാണ്. വലിയ ക്വസ്റ്റ്യൻ ഒന്നും കാണുമ്പോൾ പേടിക്കണ്ട, അതൊക്കെ അതേപോലെ ചെയ്യാം കേട്ടാ. എക്സാമിന് ഇങ്ങനെയൊക്കെ വന്നാൽ നമ്മളൊക്കെ എക്സസൈസ് NCERT ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊക്കെ വരും കേട്ടാ. സാറേ വലിയ വോയിസ് എടുക്കാൻ വയ്യ, ഡൗൺ ആയിരിക്കുന്നു. ഓക്കെ എടാ, അപ്പോൾ ഡിനോമിനേറ്റർ 3 ഉണ്ട്, 4 ഉണ്ട്, 5. സാറേ LCM പറ സാറേ. 3 × 4 × 5. സാറേ 4 3 12. 12 × 5 60. സോ LCM 60. LCM അത്രേ ഉള്ളൂ. ഡിനോമിനേറ്ററുള്ള നമ്പറുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് LCM. അതെടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഏത് പ്രോബ്ലത്തിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. ഇനി LCM-നൊന്നും പഠിക്കാൻ പോകണ്ട. ഡിനോമിനേറ്ററുള്ള നമ്പറുകൾ എന്ത് ചെയ്യും? ചുമ്മാ ഗുണിക്കുക. ആ കിട്ടുന്നതുകൊണ്ടാണ് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തോ കേട്ടോ. അത് ഏത് പ്രോബ്ലം ആണെങ്കിലും അതെ. അപ്പോൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ കണ്ട് പെട്ടെന്ന് ചെയ്യട്ടെ. 60 സാറേ തരീടാണല്ലേ. ഇവിടെ 60, ഇവിടെ 60. ഓക്കെ എടാ, 3 60-ൽ എത്ര വട്ടം? 20 വട്ടം അല്ലേ? 20 വട്ടം നിങ്ങൾ എഴുതിക്കോട്ടോ. 20. അവിടെ 2 ടേം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് വെക്കണം, മറക്കല്ലേ. ഗ്രേറ്റർ ദാൻ അല്ലെ? 3 പൊട്ടിയാൽ 20 അല്ലേ? 60-ൽ 3 എത്ര വട്ടം? 20. 3 30. ഇനി 4 എത്രടാ? 14 20. I4 20. 15 അല്ലേ? 15. 2 ടേം ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് ഇടണേ, മറക്കരുത്. മൈനസ്. ഓക്കെ, അവിടെ 5 5 50 12 അല്ലേ? സോ 12 × 2 - x. സാറേ അപ്പുറത്ത് 12, അത് കുഴപ്പമൊന്നുമില്ല. അപ്പുറത്തൊക്കെ ചിലപ്പോൾ കണക്കാണ് അല്ല. 12 × 2 - x. ഇനി 2 - x × 12 എഴുതിയാലും കുഴപ്പമില്ല. സോ ആ ബ്രാക്കറ്റ് ചവിട്ടി പൊട്ടിച്ചോ. 20 × 2x 40x. -20 × 1 20. ഗ്രേറ്റർ ദാൻ 15 × 3 45 അല്ലേ? 15 30 45. -15 × 2 30. -12 × 2 24. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 12x. ഓക്കെ, കറക്റ്റ് അല്ലടാ? -12 × 2 -24. -12 × -+ പ്ലസ് 12x. 40x -20 ഗ്രേറ്റർ ദാൻ ഓർ നോക്കടാ. 45x പ്ലസ് 12x. അപ്പോൾ എത്രടാ? 40 50 40 50 55 57x. -30 -24 -54. ഓക്കെ എടാ, ഈ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ആൻസറിലെ എക്സിനെ കളയാം. ഓക്കെ, അപ്പോൾ 57x ഒഴിവാക്കാൻ വേണ്ടി അല്ലെ +57x കൊണ്ട് ഇതാക്കാം.
40x മൈനസ് 20. അപ്പം എന്ത് ചെയ്യണം, ഇത് ലക്ഷ്യം, ഇത് ഒഴിവാക്കണം അല്ലേ. അപ്പം എന്ത് ചെയ്യണം, മൈനസ് 57x. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 57x മൈനസ് 54. ഇവിടെ തന്നെ കൊടുക്കാം മൈനസ് 57x അല്ലെ. നമ്മൾ ആഗ്രഹിച്ച പോലെ മൈനസ് 57x പ്ലസ് 57x ക്യാൻസൽഡ്. 40 മൈനസ് 57 പറ, 40 മൈനസ് 57 അല്ലേ. 40 മൈനസ് 57 വാട്ട് ഈസ് 40? 50 17 ദാറ്റ് ഈസ് മൈനസ് 17. മൈനസ് 17x അല്ലേ, മൈനസ് 17x മൈനസ് 20 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 54 ഒക്കെ നമ്മൾ സൊല്യൂഷനിൽ എത്തും കേട്ടോ. എടാ ഇനി ഇടത് ഭാഗത്ത് മൈനസ് 20, ഓനെ ഒഴിവാക്കാൻ എന്താ ചെയ്യുക, മൈനസ് 17x മൈനസ് 20 പ്ലസ് 20 കൊടുക്കുക അല്ലേ. ഇടത് റൈറ്റ് രണ്ട് സൈഡിലും എന്ത് ചെയ്യണം, പ്ലസ് 20 കൊടുക്കണം. ഓക്കെ, സോ എന്താ ഇടാം, സോ മൈനസ് 17x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 4 പ്ലസ് 20 എത്ര കിട്ടൂടാ, മൈനസ് 34. നമ്മൾ എന്ത് ചെയ്യണടാ, മൈനസ് 17 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ മൈനസ് 17 ഉണ്ടാകുമ്പോൾ ഇവിടെ മൈനസ് 17 ഓട്ടെ. 17 മൈനസ് 17 സാറേ ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം സാറേ, ഗ്രേറ്റർ ദാൻ ആണ്, നെഗറ്റീവ് കൊണ്ടാണ് സാറേ ഡിവൈഡ് ചെയ്തത്. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യണം, തല തിരിക്കണം. മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്യുക. 34 17 എത്രയോട്ടാണ്, 2 വട്ടം അല്ലെ. 34 17 2 വട്ടം കേട്ടോ. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. സോ അത് നമ്പർ ലൈനിലൊക്കെ മാർക്ക് ചെയ്തോ, നമ്പർ ലൈൻ മാർക്ക് ചെയ്ത നമ്പർ ലൈൻ വരച്ച മക്കളെ. എടാ 2ഉം 2നും കാട്ടി ചെറുത്. സോ 0 1 2. അപ്പോൾ 2ന്റെ പിടിക്കുക, 2 2നും കാട്ടി ചെറുത് അല്ലേ. 2ഉം ഇതൊക്കെ നിങ്ങൾ വൃത്തിയിൽ വരച്ചോട്ടോ, ഞാനിങ്ങനെ ജസ്റ്റ് സ്ട്രക്ചർ കാണിക്കുന്നുള്ളൂ. 2ഉം 2നും കാട്ടി ഇവിടെ ഈക്വൽ ഉണ്ടാ, വട്ടട ഊച്ചിട്ട് വട്ടട കേട്ടോ. സോ പ്ലസ് ഇൻഫിനിറ്റ്. സാർ ഇങ്ങനെ നമ്പറൊക്കെ കുറച്ച് നമ്പറൊക്കെ എഴുതിയാൽ മതി, ഇങ്ങനെ ഫുള്ള് എഴുതണമെന്നൊന്നുമില്ല. കുറച്ച് കോൺസെപ്റ്റ് ഇങ്ങനെ ബിൽഡ് കാണിച്ചു കൊടുക്കുക. ഓക്കെ, 2ഉം 2നും കാട്ടിയും ചെറുതും. ഓക്കേടാ, നെക്സ്റ്റ് സാർ ഇതിൽ നമ്മളെ മെയിൻ ക്വസ്റ്റ്യൻ ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ തുടക്കത്തിൽ വിടാം. ഇനി നിങ്ങളിതൊക്കെ ചെയ്തുകൂടെ, ഇനിയൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ കോമഡി അല്ലേ. ഇതെന്താണ് നമ്മൾ ചെയ്താണല്ലോ. ഓക്കെ, എടാ ഇപ്പോൾ 2 × 4 8. എടാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 8 കൊണ്ട് വർക്ക് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഡിനോമിനേറ്റർ 1 അല്ലേ, ഞാൻ അതാണ് അവിടെ വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 8 കൊണ്ട് വർക്ക് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ 8 കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം എല്ലായിടത്തും. അതല്ലെങ്കിൽ 2ൻ്റെയും 4ൻ്റെയും LCM എന്ന് പറയുന്നത് 4 ആണ്. സാറേ എന്താണ് സാറേ 2 4 എന്ന് പറഞ്ഞാൽ LCM? എടാ LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളാ. കാരണം ഇത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4 എടുത്തെന്ന് കൂട്ടുക. അപ്പോൾ നമുക്ക് 4 എടുക്കുന്നതുകൊണ്ട് കുഴപ്പം, ഞാൻ അവിടെ 4 വെച്ചു, ഇവിടെ 4 വെച്ചു, ഇവിടെ 4 വെച്ചു. നമ്മൾ ആ കാര്യം നടന്നില്ലേ, 4 വെട്ടിയില്ലേ, 2 4 എത്ര വട്ടം പോകും, 2 വട്ടം പോകും. അപ്പോൾ ഡിനോമിനേറ്ററിലൊക്കെ എലിമിനേറ്റ് ആയി. അപ്പോൾ LCM എടുക്കുന്നതുകൊണ്ടുള്ള ഗുണമാണ്. പക്ഷേ ചില ആളുകൾക്ക് LCM കൺഫ്യൂഷൻ ആവും. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനത്തെ കേസിൽ മാത്രം ഒരു കേസിലേ ഉള്ളൂ. ഇത് ഇവിടെ 8 കൊണ്ട് വർക്ക് ചെയ്താൽ കുഴപ്പമില്ല. ഇപ്പോൾ 8 കൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്തോ, നിങ്ങൾക്ക് ഫൈനൽ ആൻസറിൽ തന്നെ നിങ്ങൾ എത്തുക കേട്ടോ. അത് 4 കൊണ്ട് തന്നെ വർക്ക് ചെയ്യണമെന്നില്ല, നിങ്ങൾ 8 കൊണ്ട് വർക്ക് ചെയ്തോ. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്തോ, ചിലപ്പോൾ എക്സാമിന് വന്നാലും. ഇപ്പോൾ ഞാനിവിടെ 4 കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ 8 കൊണ്ട് വർക്ക് ചെയ്യണമെങ്കിൽ 8 കൊണ്ട് വർക്ക് ചെയ്യുക. 2 4 1 അത് 4 ആണ് LCM. ലക്ഷ്യം ഇതാണ്, കോമൺ ആയിട്ട് കട്ടാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പോയി കഴിഞ്ഞാൽ എത്രടാ, 2 ഉണ്ടാവും. പിന്നെ പറ 3x - 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x + 1 മൈനസ് എന്ത് വരും, 4 വരും. ഇങ്ങനെ കിട്ടും. സോ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാം. -3 × 6 6x -8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലേ 1 - 4 -3 ഇങ്ങനെ കിട്ടും. പിന്നെ ലക്ഷ്യം എന്താ, എക്സിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ 6x വൈറ്റ് എടുക്കണം, പറഞ്ഞു 6x -8. നമ്മളെ ലക്ഷ്യം എന്താടാ, x -3. ഈ എക്സിനെ ഒഴിവാക്കലാണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, -x -x ഒക്കെ ക്യാൻസൽ. 6x എന്നൊരു x പോയാൽ 5x -8. എടാ നിങ്ങൾക്ക് ഇനി സ്പീഡാണെന്ന് ഞങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്തു. ഇനി -8നെ ഒഴിവാക്കാം. പറ -8നെ ഒഴിവാക്കാൻ എന്താ, ഞാൻ കീ കിട്ടണമല്ലോ വെച്ചിട്ട് ഞാൻ എഴുതി തരാണ്. ഓക്കെ, -8നെ ഒഴിവാക്കാൻ എന്ത് ചെയ്യടാ, പറ +8 സാറേ കൊടുക്കാം അല്ലേ. അവിടെ +8 കൊടുക്കാം. -8 +8 ഒക്കെ വിട്ടുക. 5x ഗ്രേറ്റർ ദാൻ -3 + എത്രയാണ് 5 അല്ലേ. സോ രണ്ട് ഭാഗത്തും എന്ത് ചെയ്യണം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 5 5 വെട്ടി. സോ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് കിട്ടണം, 1 കിട്ടും. ഇതാണ് ആൻസർ. സോ ഇതിന്റെ സൊല്യൂഷൻ ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്യില്ലേ, 1 1നും കാട്ടിയും വലുതും. പറടാ 1 2 3 അല്ലേ, -∞ +∞. 1 1നും കാട്ടിയും വലുതും കേട്ടോ. അതിന്റെ സൊല്യൂഷൻ ഇതാണ്, അങ്ങണ്ടാണ് വരിക. പെട്ട ഓക്കെ സാറേ 1ൽ ഇവിടെ ഒരു വട്ടടണം, ഇവിടെ ഈക്വൽ ഇല്ലേ സാറേ, കറപ്പിച്ചു കേട്ടോ. സാറേ സെറ്റ് റെപ്രസെൻറ്റേഷൻ വേണം. 1 1നും കാട്ടിയും വലുതും. സോ +∞ 1 1. അപ്പോൾ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ്, ഇവിടെ സ്ക്വയർ, ഇവിടെ ഓപ്പൺ. ഓക്കെ, ദാറ്റ് ഇസ് സെറ്റ് റെപ്രസെൻറ്റേഷൻ. ഇനി എന്തെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും വിട്ടിട്ടുണ്ടോ, ടൂൺ ഇതുപോലെ മിസ്സായിട്ട് പോയിട്ട്. ഇവിടെ വേറെ ക്വസ്റ്റ്യൻ, ഇത് എവിടെ കിടക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നിങ്ങൾ പറഞ്ഞോ, ഇനി നിങ്ങൾ പറഞ്ഞോ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 3 മാറും. ഈ 3 മാറുമെന്ന് പറഞ്ഞാൽ LCR എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 × 6 18 ആയിട്ട് ചെയ്തു. 18 ഇവിടെ 18 ഇവിടെ 18 ഇവിടെ അങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ 3 മാറിൻ്റെ LC എത്രയാണ്, 6. അതായത് ഇവിടെ കട്ടായി പോകണം. നിങ്ങൾ നോക്കുക, 6 3 എത്ര, 2 തവണ. സോ ഇവിടെ 6 ഇവിടെ 6 അല്ലെ, 6 6 ഇവിടെ കട്ടായി. സോ അതുകൊണ്ടാണ് LC എടുക്കുന്നത്, വേറെ ഒന്നുമില്ല കേട്ടോ. 2 കൊണ്ട് എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 5 10 -4x ലെസ് ഓർ ഈക്വൽ ടു x -IR ഇവിടെ 6 അല്ലേ, IR 30
ചിലത് കാണുന്നില്ല, ലേറ്റ് അടിച്ചിട്ട് ക്ലിയർ അടിക്കുന്നത് മനസ്സിലാവുന്നില്ല. സോ 6 കട്ട് 5 × 6 30. ശരി, എല്ലാം കറക്റ്റ്. സോ ഇനി നമ്മുടെ ലക്ഷ്യം എന്താടാ? എക്സ് സിംപ്ലിഫൈ ചെയ്യാനാണ് അല്ലേ? അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലുള്ള എക്സിനെ ഒഴിവാക്കാമല്ലോ. ഒക്കെ നമ്മൾ റൈറ്റ് സൈഡിലല്ല എപ്പോഴും നമ്മൾ ഒഴിവാക്കണം. അങ്ങനെ തന്നെ ഫോളോ ചെയ്തു. എക്സാമ്പിളും ഇനിയിപ്പോൾ തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി നിങ്ങൾ കേട്ടോ. സോ ഇവിടെ -x, ഇവിടെയും -x. സോ +x -x ക്യാൻസൽഡ് പറയാം. 10 -4x -x നോക്കേ, -4x -x ദാറ്റ് ഈസ് -1. സോ -5x വരും കേട്ടോ. -5x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -30. സോ നമുക്ക് 10നെ ഒഴിവാക്കാം. അടുത്തത് അല്ലേ, ഇവിടെ നമുക്ക് എക്സ് ഗ്രൂപ്പ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. 10നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് +10 ഇവിടെ കൊടുക്കും. സോ അല്ലേ, സോ -10 കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ തന്നെ കൊടുക്കാം. സ്പീഡ് കൂടിയാലേ ഇടങ്ങാണോ. 10 -5x -10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ -10. അപ്പോഴല്ലേ +10 -10 നമ്മളെ ക്യാൻസൽ ആവും. സോ ഒബ്വിയസ്ലി ഫൈനൽ ആൻസർ പറ -5x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -30 -40. സാറേ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുന്നത്? -5 കൊണ്ട്. ഇവിടെയും -5 കൊണ്ട്. സാറേ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സാറ് ശ്രദ്ധിക്കണം കേട്ടോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കാൻ. മൈനസ് പ്ലസ് 40 5 അല്ലേ എടാ 8 അല്ലേ, 8 8 വലുതും 8 40 കറക്റ്റാ. 8 8 വലുതും. നമ്പർ ലൈൻ എടുത്തോടാ. സെൻട്രൽ 0 1 2 ഞാനിവിടെ 8 എടുത്തു. ഇത് -∞, ഇത് +∞. 8 8 വലുതും. അങ്ങോട്ടാ വേണ്ടേ, അങ്ങോട്ട് പോട്ടെ. 8 9 10 11 12 അങ്ങോട്ടാ വേണ്ട. 8 8 വലുത് നോക്ക്, അങ്ങോട്ടാ വേണ്ട കേട്ടോ. 8 8 വലുത്. ഇവിടെ വട്ടിടുക, ബ്ലൂ 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 വെച്ചിട്ട് ബബിൾ ചെയ്യാം. ഓക്കെ പോരെ മക്കളെ? ഓക്കെ ഇല്ലടാ, ഇനി ഫയൽ അത്യാവശ്യം സെറ്റായില്ലേ? ഓക്കെ മതി, ആവശ്യത്തിൽ കൂടുതലായി. ഇത്രയും ധാരാളം കേട്ടോ മക്കളെ. നിങ്ങൾ ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഗ്യാരണ്ടി ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ഇവിടെ ആക്ച്വലി ഇപ്പോൾ നമ്മളിത് പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് ഇതൊരു പ്രത്യേക ഒരു പ്രോബ്ലം ചെയ്യാനല്ല. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഒരു സ്കിൽ സെറ്റ് ഉണ്ടാക്കാം. കാരണം ഇതിലൊക്കെ ഏത് ലെവലിൽ വേണമെങ്കിലും അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം എക്സാമിന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്കിൽ സെറ്റ് ഉണ്ടാക്കുക. എന്നിട്ട് ഏത് പ്രോബ്ലം വന്നാലും നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാക്കുക. ഓക്കെ, സോ വളരെ ഈസി സെക്ഷനാണ്. എക്സാമിന് ഇതിൽ ഏത് പ്രോബ്ലം വന്നാലും ഇപ്പോൾ ഈവൻ ഇൻറ്റീജർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വന്നാൽ പോലും വാട്ട് ഈസ് ഇൻറ്റീജർ മീനിങ് -3 -2 -1 ഇൻറ്റീജർ ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ വരാം. ആപ്ലിക്കേഷൻ ലെവലിൽ കൂടുതൽ വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ടെക്സ്റ്റ് ബുക്ക് NCERT ഞാൻ ഓവറോളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ വിശ്വസിക്കുന്നു ഇതിലുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്ന മാത്സിൻ്റെ എക്സാമിന് ഉണ്ടാവുക കേട്ടോ. സോ ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളെ ക്ലാസ് ഇഷ്ടമാണെന്ന് അറിയുമ്പോഴാണ് കൂടുതൽ സാറ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എന്തുണ്ട്, കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്. ആവശ്യമുള്ള ആളുകളൊക്കെ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ചെയ്യുക. പിന്നെ അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സാർ ഒന്നും എഡിറ്റിംഗ് ചെയ്യുന്നില്ല മനസ്സിലായി, എന്തെങ്കിലും ഒരു നമ്പർ അങ്ങോട്ടൊക്കെ മാറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ സാർ കമൻറ്റ് ചെയ്യുക. സാർ അത് പിൻ ചെയ്യും, കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ മതി. നോർമലി ഇതിലൊന്നും തെറ്റില്ല എന്നാണ് ഞാൻ എറർ ഫ്രീ ആണ് അറിയുന്നത്. പക്ഷേ എന്തെങ്കിലും ഇപ്പോൾ ലൈറ്റൊക്കെ വരുമ്പോൾ ഗ്ലെയറൊക്കെ അടിക്കും. അപ്പോൾ അവിടെ നിന്നൊക്കെ ലൈറ്റ് വരുന്നുണ്ട്. സോ ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ആണിത്. അപ്പോൾ അവിടെ നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ ഒബ്വിയസ്ലി ഇവിടുത്തെ നമ്പർ ചിലപ്പം തെറ്റിപ്പോകും. പിന്നെ ഇത് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് പോകുന്നുള്ളൂ. എങ്ങാനും ഇവിടുത്തെ നമ്പർ ഗ്ലെയർ അടിച്ചിട്ടൊക്കെ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നോർമലി ഇതിൽ അങ്ങനെ തെറ്റില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഫാസ്റ്റായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം. എറർ ഫ്രീ ആണെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഇൻ കേസ് എറർ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് യൂട്യൂബിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഞാൻ എന്ത് ചെയ്യുക, അതിൻ്റെ സൊല്യൂഷൻ കറക്റ്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കീ ഞാൻ കറക്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യേണ്ടത് കേട്ടോ. നോർമലി ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അടുത്ത ചാപ്റ്ററിൽ കാണാം. ബൈ ബൈ.